കണ്ടില്ല അല്ലേ? നമസ്തേ നമസ്തേ. അപ്പൊ ഇന്നത്തെ സത്സംഗം ആരംഭിക്കുകയാണ്. നമസ്തേ. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ഇന്നത്തെ ഈ സത്സംഗം, ഈ കർമ്മത്തെ ആ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട്, പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 29 പുരഞ്ജനോപാഖ്യാനം. ആ കഥ ഇന്നിവിടെ നമ്മൾ ഈ അധ്യായം ഇന്നിവിടെ തീരുകയാണ് കേട്ടോ. അപ്പോൾ പുരഞ്ജനൻ്റെ കഥ നമുക്ക് മനസ്സിലായിരുന്നു. അതിനുശേഷം നാരദ മഹർഷി പ്രാചീന ബർഹിസിന് ആ കഥയിൽ പറയാൻ ഉദ്ദേശിച്ച തത്വത്തെക്കുറിച്ചും വെളിപ്പെടുത്തി കൊടുത്തു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പ്രാചീന ബർഹിസ് നാരദ മഹർഷിയോട് ചോദിച്ചൊരു ചോദ്യം എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? അതായത് ഈ ജന്മത്തിൽ ഈ ലോകത്തിലേക്ക് ഒരു ശരീരം എടുത്തു വന്നിട്ട് ആ കർമ്മങ്ങൾ ആ ശരീരത്തിൽ ഇരുന്ന് ചെയ്തിട്ട് ഈ ശരീരം ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോകുമ്പോൾ മരണശേഷം ആ കർമ്മഫലം അനുഭവിക്കും എന്ന് പറഞ്ഞല്ലോ. ഏത് ശരീരം കൊണ്ടാണ് ആ കർമ്മഫലം എന്ന് പറയുമ്പോൾ നമുക്ക് അജ്ഞാതാണ്. അത് എന്താണ്, എങ്ങനെയാണ് വരിക, അതിനെക്കുറിച്ച് നമുക്കറിയില്ല. അപ്പോൾ സ്ഥൂല ശരീരം ഇവിടെ ഉപേക്ഷിച്ച് പോകുമ്പോൾ ഏത് ശരീരം കൊണ്ടാണ് ആ കർമ്മഫലത്തെ അനുഭവിക്കുന്നത് എന്നൊരു ചോദ്യമായിരുന്നു അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ നാരദ മഹർഷി അതിനുള്ള മറുപടി പറഞ്ഞു കൊടുത്തത് ഓർമ്മയുണ്ടല്ലോ, പറഞ്ഞ ആ ഭാഗം. അതായത് ഈ ലോകത്തിലേക്ക് കർമ്മം ഏതൊരു ശരീരം സ്വീകരിച്ചാണോ വന്ന് കർമ്മങ്ങളെല്ലാം ചെയ്ത് അവസാനം ഈ ലോകത്ത് ആ സ്ഥൂല ശരീരത്തെ ഉപേക്ഷിച്ച് പോകുമ്പോൾ ആ സ്ഥൂല ശരീരത്തിൽ നിന്നും വ്യത്യസ്തമല്ലാത്ത, വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്ത ഒരു ശരീരമുണ്ട്. അതാണ് ആ സൂക്ഷ്മ ശരീരം. ആ സൂക്ഷ്മ ശരീരത്തിൽ കൊണ്ടാണ് ഈ കർമ്മഫലത്തെ അനുഭവിക്കുന്നത്. നമ്മൾ മുന്നേ കേട്ടു, ഈ മരണശേഷം സൂക്ഷ്മ ശരീരം പോകുമ്പോൾ ഒരുപാട് യാതനകളും ആ സ്ഥൂല ശരീരത്തിലിരുന്ന് ചെയ്ത കർമ്മത്തിൻ്റെ ഒരുപാട് കർമ്മഫലങ്ങൾ, യാതനകൾ അനുഭവിക്കുന്നു പറഞ്ഞല്ലോ. ഈ അനുഭവിക്കുന്നത് ഏത് ശരീരം കൊണ്ടാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ അത് സൂക്ഷ്മ ശരീരം കൊണ്ടാണ്. ഈ സൂക്ഷ്മ ശരീരത്തിൽ ആണ് മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇവയെല്ലാം ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ മനസ്സുകൊണ്ടാണ് ഈ കർമ്മഫലത്തെ അനുഭവിക്കുന്നത്. അതിനുള്ള ശരീരം ആ സ്ഥൂല ശരീരത്തിൻ്റെ അതേപോലെ തന്നെയാണ് സൂക്ഷ്മ ശരീരവും ഇരിക്കുക. നമ്മൾ ഉറക്കത്തിൽ സ്വപ്നം കാണുമ്പോൾ നമ്മൾ എവിടേക്കോ നടന്നു പോകുന്ന നമ്മുടെ രൂപം എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഏത് ശരീരമാണോ ആ ശരീരത്തിൻ്റെ അതേ രൂപമായിരിക്കും നമ്മൾ കാണുക അല്ലേ? മനസ്സിലാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അപ്പം നമ്മളിങ്ങനെ നടന്നു പോകുന്നു, അല്ലെങ്കിൽ വേറെ എന്തോ ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ സ്വപ്നം കാണുമ്പോൾ ഇതേ ശരീരം തന്നെയായിരിക്കും നമുക്കുണ്ടാവുക. അപ്പം അതുപോലെയാണ് സൂക്ഷ്മ ശരീരം, ഇതേപോലെ തന്നെയാണ് സൂക്ഷ്മ ശരീരം. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത്, സ്ഥൂല ശരീരത്തിൽ, ഭൗതിക ശരീരത്തിൽ ഇരുന്ന് ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർമ്മം ചെയ്യുന്നത് ശരീരം കൊണ്ടാണെങ്കിലും പഞ്ചേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, പക്ഷേ ഇതിനെ അനുഭവിക്കുന്നത് മനസ്സാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഓരോ കർമ്മവും ചെയ്യാനായിട്ടുള്ള ആ തോന്നൽ, ആദ്യം കർമ്മം ചെയ്യുന്നത് മനസ്സാണ്. മനസ്സ് കർമ്മം ചെയ്തതിന് ശേഷമാണ് ശരീരം കൊണ്ട് അത് പുറത്തേക്ക് വരുന്നത്. ഇതുപോലെ തന്നെയാണ് കർമ്മത്തിൻ്റെ ഫലവും. ഈ സ്ഥൂല ശരീരം ഇവിടെ ഉപേക്ഷിച്ചു പോയതിന് ശേഷം ആ കർമ്മത്തിൻ്റെ ഫലത്തെ അനുഭവിക്കുന്നത് പിന്നെ ഏത് ശരീരം കൊണ്ട്? അപ്പം ശരീരമല്ല, അതിനേക്കാൾ ഉപരി മനസ്സുകൊണ്ടാണ്. കാരണം കർമ്മം ചെയ്യുന്നതും ആദ്യം മനസ്സുകൊണ്ടാണ്. അതാണ് ശരീരം പ്രവർത്തിച്ചു കാണിക്കുന്നത്. അതുപോലെ കർമ്മഫലത്തെയും മനസ്സുകൊണ്ടാണ് ഒരുവൻ, അത് സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും അനുഭവിക്കുന്നത്. നമുക്കറിയാം, സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും നമ്മൾ എന്തുകൊണ്ടാണ് അനുഭവിക്കുന്നത്? കണ്ണും മൂക്കും നാക്കും കൊണ്ടൊക്കെയാണോ? നമ്മുടെ കയ്യേ കാലും കൊണ്ടാണോ സുഖവും ദുഃഖവും നമ്മൾ അനുഭവിക്കുന്നത്? അല്ല.
നമുക്ക് സുഖമാണെങ്കിൽ ആ സുഖത്തെ നമ്മൾ അനുഭവിക്കുന്ന മനസ്സുകൊണ്ടാണ്. നമ്മൾ ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ ദുഃഖത്തെ അനുഭവിക്കുന്നതും മനസ്സുകൊണ്ടാണ്. അപ്പോൾ കർമ്മം ചെയ്യുന്നതും ആദ്യം മനസ്സുകൊണ്ടാണ്, കർമ്മഫലത്തെ അനുഭവിക്കുന്നതും മനസ്സുകൊണ്ടാണ് എന്നാണ് പറഞ്ഞു കൊടുത്തത്. അതിനുശേഷം പറഞ്ഞു, ഉറങ്ങുമ്പോൾ നമുക്ക് ശ്വാസോച്ഛ്വാസം നടക്കുന്നുണ്ട് അല്ലേ, പക്ഷെ നമ്മളത് അറിയുന്നുണ്ടോ? ഞാൻ ഇന്ന സ്ഥലത്ത് നല്ല ഗാഠനിദ്രയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള നമ്മുടെ സ്ഥൂല ശരീരം ഇങ്ങനെ ഉറങ്ങുകയാണെന്ന് നമ്മൾ അറിയണില്ല. ആ സമയം നമ്മൾ എന്തോ സ്വപ്നം കാണുകയാണ്. നമ്മുടെ ശരീരം നമ്മളിങ്ങനെ ആ സ്ഥൂല ശരീരത്തിന് തുല്യമായ അതേ രൂപത്തിൽ നമ്മൾ എവിടേക്കോ നടന്നു പോകുന്നു, അല്ലെങ്കിൽ വേറെ എന്തോ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതോ ഒരു കാട്ടിലകപ്പെട്ടതൊക്കെ ആയിട്ട് നമ്മൾ സ്വപ്നം കാണുന്നു. അപ്പം നമുക്ക് ഇതേ രൂപം തന്നെയാണ് ആ സ്വപ്നത്തിൽ വരുന്നത് അല്ലേ. പക്ഷേ യഥാർത്ഥത്തിലുള്ള ആ സ്ഥൂല ശരീരം എവിടെ കിടക്കുന്നത്? നമ്മുടെ വീട്ടിൽ, നമ്മുടെ ബെഡിൽ സ്വസ്ഥമായിട്ട് നല്ല ഗാഠമായ നിദ്രയിലാണ് നമ്മൾ ഉറങ്ങിക്കിടക്കുന്നത്. അതാണ് നമ്മൾ ശ്ലോകം 61 പറഞ്ഞത്. ഇതേപോലെ ഒട്ടും സ്ഥൂല ശരീരത്തിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല ആ സൂക്ഷ്മ ശരീരം. ഇവിടെ മനസ്സാണ് കർമ്മം ചെയ്യുന്നതും മനസ്സുകൊണ്ടാണ് കർമ്മഫലത്തെ അനുഭവിക്കുന്നതും. ഇതാണ് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തത്. മനസ്സാണ് മുഖ്യം. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് 62 62ാമത്തെ ശ്ലോകം നോക്കാം. നല്ല ശ്രദ്ധിച്ച് കേൾക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. മമ ഏതേ മനസാ യത് യത് അസൗ അഹം ഇതി ബ്രുവൻ ഗ്രഹണീയാത് തത് പുമാൻ രാധം കർമ്മ യേന പുനഃ ഭവഃ. ഇവിടെ പറയാണ്, മനസ്സാണ് മുഖ്യം എന്ന് പറഞ്ഞല്ലോ. മമ, എൻ്റെ, ഏതേ, ഇവരെല്ലാം എൻ്റെയാണ്. അതുപോലെ മനസ്സുകൊണ്ട് യത് എന്തൊക്കെയാണോ ബ്രുവൻ ചിന്തിക്കുന്നത്. ഇനി അസൗ അഹം ഇത് ഞാനാണ്, ഈ ശരീരം ഞാനാണ്, ഈ ശരീരത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഇവരെല്ലാവരും എൻ്റെ സ്വന്തമാണ് എന്നൊക്കെ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഗൃഹണീയാത്ത്, ഈ ചിന്തകളെ സ്വീകരിക്കുക. ഈ ഒരു ചിന്തയിൽ ഇരിക്കുമ്പോൾ അതെല്ലാം പുമാൻ എന്ന് വെച്ചാൽ ഒരു ജീവൻ, രാധം കർമ്മം എന്ന് വെച്ചാൽ പൂർണ്ണമായും ആ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ്? ഈ കയ്യും കാലും ഇതൊക്കെ വസ്തുവാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരാളുടെ നിർദ്ദേശത്തെ അനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ ഫാൻ ലൈറ്റൊക്കെ കറങ്ങുന്നത് പോലെ ആ വസ്തു പ്രവർത്തിക്കുന്നത് അതിൻ്റെ കഴിവുകൊണ്ടാണോ? അല്ല. അതുപോലെ ഈ ശരീരം കൊണ്ട് നമ്മൾ ഈ ശരീരം എൻ്റേതാണ്, ഇതാണ് ഞാൻ, ഇതിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ എല്ലാ ബന്ധുക്കളും ഇവരൊക്കെ എൻ്റെ സ്വന്തമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ചിന്തയിൽ ഇരുന്നു കൊണ്ട് ഒരു ജീവൻ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? മനസ്സുകൊണ്ട്, ആ സൂക്ഷ്മ ശരീരത്തിൽ ഇരിക്കുന്ന മനസ്സുകൊണ്ടാണ് ആ കർമ്മം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനാലാണ് പുനഃ ഭവഃ, പുനർജന്മം ഉണ്ടായി ഭവിക്കുന്നത്. ശ്ലോകം നമ്പർ 62 മനസ്സിലായോ? എന്തുകൊണ്ടാണ് പുനർജന്മം ഉണ്ടാകുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം, ശരീരം കൊണ്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. ശരീരമാണ് എല്ലാം എങ്കിൽ ശരീരം ഇവിടെ നശിച്ചാൽ എല്ലാം നശിച്ചില്ലേ? എല്ലാം കഴിഞ്ഞു. മരണം സംഭവിക്കുന്നതോടുകൂടി ശരീരം നശിച്ചു പോകുന്നു, അതോടെ എല്ലാം അവസാനിച്ചു. അപ്പോൾ പിന്നെ പുനർജന്മം ഇല്ല. എന്തുകൊണ്ടാണ് പുനർജന്മം ഉണ്ടാകുന്നത്? അതിൻ്റെ കാരണം മനസ്സുകൊണ്ടാണ്. ഈ ശരീരമാണ് ഞാൻ, ഇതെൻ്റെയാണ്, ഇവരൊക്കെ എൻ്റെ സ്വന്തമാണ് എന്ന ഒരു ചിന്തയെ മനസ്സ് സ്വീകരിച്ച് ആ ചിന്തയിൽ ഇരുന്നു കൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എല്ലാ കർമ്മത്തെയും ചെയ്യുന്നത് മനസ്സാണ്. അതുകൊണ്ടാണ് പുനർജന്മങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ? സ്ഥൂലമാകുന്ന ഈ ഭൗതിക ശരീരം ഒരു വസ്തു മാത്രമാണ്, യന്ത്രം പോലെ പ്രവർത്തിക്കുന്നൊരു വസ്തു. യഥാർത്ഥത്തിലുള്ള കർമ്മം ചെയ്യുന്ന ആൾ മനസ്സായതുകൊണ്ട് ആ മനസ്സ് നശിക്കുന്നുണ്ടോ? സൂക്ഷ്മ ശരീരം നശിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, മനസ്സ് നശിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പുനർജന്മം, മനസ്സുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. അപ്പോൾ പുനർജന്മം ഉണ്ടാകുന്നത് മനസ്സുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഭഗവത്ഗീതയിൽ അവസാനത്തെ അധ്യായത്തിൽ പഠിച്ച ഒരു ഭാഗം ഓർമ്മയുണ്ടോ? തപസ് യഥാർത്ഥത്തിലുള്ള തപസ്സാകുന്നത് എപ്പോൾ? ത്യാഗം യഥാർത്ഥത്തിലുള്ള ത്യാഗമാകുന്നത് എപ്പോൾ? ഇതൊക്കെ എപ്പോഴാണ് ഒരു കർമ്മത്തെ സാത്വിക കർമ്മം, രാജസിക കർമ്മം, താമസിക കർമ്മമാക്കി മാറ്റുന്നത്? കർമ്മമല്ല സത്വ ഗുണമുള്ള കർമ്മം അല്ലെങ്കിൽ സാത്വിക കർമ്മം, രാജസിക കർമ്മം, താമസിക കർമ്മം എന്ന് പറയുന്നത് കർമ്മത്തെ നോക്കിയല്ല,
ആ കർമ്മം ചെയ്യുമ്പോൾ മനസ്സിൻ്റെ സങ്കല്പം എന്താണോ അതാണ് ആ കർമ്മത്തെ സാത്വികം, രാജസികം, താമസികം ആക്കി മാറ്റുന്നത്. ഇതാണ് ഭഗവത്ഗീതയിൽ പഠിച്ചത് അവസാനത്തെ അധ്യായത്തിൽ. കണ്ടോ? അപ്പം മനസ്സാണ് യഥാർത്ഥത്തിൽ ആ കർമ്മത്തെ ചെയ്യുന്നത്. അതിൻ്റെ പ്രവൃത്തി രൂപം മാത്രമാണ്, പ്രത്യക്ഷത്തിൽ കാണുന്ന പ്രവൃത്തി രൂപമാണ് ഈ ശരീരം കൊണ്ട്, കൈകാലുകൊണ്ടും വാക്കുകൊണ്ടും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടും നമ്മൾ കാണുന്നത് അതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള പ്രവൃത്തി രൂപം. യഥാർത്ഥത്തിൽ കർമ്മം അനുഷ്ഠിച്ചത് മനസ്സാണ്. അതുകൊണ്ടാണ് ആ മനസ്സിന് നാശമില്ല. അതുകൊണ്ടാണ് പുനർജന്മം ഉണ്ടാകുന്നത്. ഇതൊന്ന് ശരിക്കും മനസ്സിലാക്കിയാൽ നമുക്ക് ആഴത്തിൽ ചിന്തിച്ചാൽ അത് വ്യക്തമാവും. ശരീരമാണ് എല്ലാത്തിനും കാരണഹേതുവെങ്കിൽ ശരീരം നശിക്കുന്നതോടുകൂടി പിന്നെ എല്ലാം അവസാനിച്ചു. കർമ്മഫലവും ഇല്ല, പുനർജന്മവും ഇല്ല. ഇത് ഒരിക്കലും നശിക്കാത്ത മനസ്സാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പുനർജന്മങ്ങൾ ഉണ്ടായി ഭവിക്കുന്നത്. അതാണ് ആ പറഞ്ഞത്. അപ്പോൾ കർമ്മഫലത്തെ അനുഭവിക്കുന്നതും ആരായിരിക്കും? മനസ്സാണ്. അപ്പോൾ സൂക്ഷ്മ ശരീരത്തിന് ഒരു അടി കിട്ടുമ്പോൾ വേദനിക്കുന്നത് മനസ്സിനാണ്. ശ്ലോകം 63. യഥാ അനുമീയതേ ചിത്തം ഉഭൈഹി ഇന്ദ്രിയ ഈഹിതൈഹി ഏവം പ്രാഗ്ദേഹജം കർമ്മ ലക്ഷ്യതേ ചിത്തവൃത്തിഭിഹി. യഥാ എപ്രകാരമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു കർമ്മഫലം, ആ കർമ്മഫലത്തെ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്, കർമ്മഫലം നമ്മളെ പിന്തുടരുന്നത് എന്തുകൊണ്ട്? അതാണ് പറയുന്നത്. യഥാ എപ്രകാരമാണോ അനുമീയതേ ചിത്തം, അതായത് അനുമീയത എന്ന് വെച്ചാൽ വന്ന് അടങ്ങി നിൽക്കുക. ചിത്തം എന്ന് വെച്ചാൽ നമ്മുടെ ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടുക. ഉപൈഹി എന്ന് വെച്ചാൽ രണ്ട്, ഇന്ദ്രിയ ഈഹിദേഹി രണ്ട് ഇന്ദ്രിയങ്ങൾ എന്ന് വെച്ചാൽ പഞ്ചേന്ദ്രിയങ്ങളിലെ 5ഉം കർമ്മേന്ദ്രിയങ്ങളിലെ 5ഉം. അപ്പോൾ ഈ 10 ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം, ഇന്ദ്രിയങ്ങൾ അതിൻ്റെ പ്രത്യക്ഷ രൂപം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇതൊക്കെ ഈ കർമ്മങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെ പറയണം, ഓരോ പ്രവൃത്തിയും വന്ന് അടിഞ്ഞുകൂടുന്നത് എവിടെയാണ്? മനസ്സിലാണ് വന്ന് അടിഞ്ഞുകൂടുന്നത്. അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു പ്രവൃത്തി രൂപം മാത്രമാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ചെയ്യുന്ന പ്രവൃത്തി യഥാർത്ഥത്തിൽ വന്ന് അടിഞ്ഞുകൂടുന്നത് മനസ്സിലാണ്. കാരണം മനസ്സിൽ തോന്നിയിട്ടാണ് ഈ ഇന്ദ്രിയങ്ങൾ ഈ പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ മനസ്സിലാണ് ഇതെല്ലാം വന്ന് അടിഞ്ഞുകൂടുന്നത്. ഈ മനസ്സിന് നാശമില്ല എന്നും മനസ്സിലായി. ഏവം ഇപ്രകാരം പ്രാഗ്ദേഹജം മുൻപത്തെ ശരീരം കൊണ്ട് ചെയ്ത കർമ്മം എന്താണോ, അപ്പോൾ തൊട്ടു മുന്നേ ഏത് ശരീരത്തിലാണോ ഇരുന്നത് അതിലിരുന്ന് എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തു എന്ന് ആർക്കറിയാം? ആ മനസ്സാണല്ലോ ആ കർമ്മം ചെയ്യാൻ ശരീരത്തെ, ഇന്ദ്രിയങ്ങളെ പ്രേരിപ്പിച്ച് ചെയ്യിപ്പിച്ചത്. അപ്പം മനസ്സിനറിയാം ആ ശരീരത്തിലിരുന്ന് എന്ത് കർമ്മങ്ങളാണ് ചെയ്തതെന്ന്. അതുകൊണ്ട് ഇപ്പോഴത്തെ ആൾക്ക് ശരീരത്തിനറിയില്ല, നമുക്കറിയില്ല നമ്മൾ എന്താ ചെയ്തിരുന്നത്. പക്ഷെ നമ്മുടെ ഉപബോധ മനസ്സിനെ നന്നായിട്ട് അറിയാം നമ്മൾ മുൻജന്മത്തിൽ ആരായിരുന്നു, എന്ത് കർമ്മങ്ങളൊക്കെയാണ് ചെയ്തിരുന്നത് എന്ന്. അത് ചിത്തവൃത്തിഭിഹി ആ മനസ്സിൻ്റെ കർമ്മങ്ങൾ, അതുകൊണ്ടാണ് ലക്ഷ്യതേ നമ്മളെ പിന്തുടരുന്നത് എന്ന്. അപ്പം എന്തുകൊണ്ടാണ് കർമ്മഫലം നമ്മളെ പിന്തുടരുന്നത്? പുനർജന്മം ഉണ്ടാവാനുള്ള കാരണം കർമ്മം ചെയ്യുന്നത് മനസ്സാണ്. അതാണ് പുനർജന്മത്തിന് കാരണമായി തീരുന്നത്. ഇനി കർമ്മഫലം നമ്മളെ എന്തുകൊണ്ടാണ് പിന്തുടരുന്നത്? ആ മനസ്സിനറിയാം മുൻജന്മത്തിൽ, ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മനസ്സിനറിയാം ഞാൻ മുൻജന്മത്തിൽ എന്തൊക്കെ ചെയ്തു, ആരായിരുന്നു എന്ന്. കാരണം ആ മനസ്സിനെയാണ് ഇത്. വണ്ടി മാറി കയറിയെന്നേ ഉള്ളൂ അല്ലേ? അത് വേറെ ശരീരം, ഇത് വേറെ ശരീരം. ഈ ശരീരം മാത്രമേ മാറിയിട്ടുള്ളൂ, സൂക്ഷ്മ ശരീരത്തിന് മാറ്റില്ല. സൂക്ഷ്മ ശരീരത്തിലിരിക്കുന്ന മനസ്സിനും മാറ്റില്ല. അപ്പോൾ ആ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടും പ്രത്യക്ഷത്തിൽ പ്രവൃത്തി നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതെല്ലാം യഥാർത്ഥത്തിൽ വന്ന് അടിഞ്ഞുകൂടുന്ന നമ്മുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും ചിത്തത്തിലാണ് വന്ന് അടിഞ്ഞുകൂടി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചിത്തത്തിന് നാശമില്ല. സ്ഥൂല ശരീരം ഇവിടെ നശിച്ചു മരിച്ചു, സൂക്ഷ്മ ശരീരം വേറിട്ട് പോകുമ്പോഴും ആ ചിത്തം അവിടെ നിൽക്കുന്നുണ്ട്, മനസ്സതിലിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മനസ്സിനറിയാം ഞാൻ ഇതിലിരുന്ന് എന്തൊക്കെയാണ് ചെയ്തതെന്നറിയാം. ആ അറിവും വെച്ചാണ് ആ മനസ്സ് അടുത്ത ബസ്സിലേക്ക് കയറുന്നത്, എന്ന് വെച്ചാൽ അടുത്ത ശരീരത്തിലേക്ക് കയറുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ മനസ്സിനറിയാം ഈ കർമ്മങ്ങൾ എന്താണെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ആ കർമ്മഫലവും ആ മനസ്സനുഭവിക്കണം. ആ മനസ്സിനും ശരീരത്തിനും അറിയാത്തതൊന്നും ആ വ്യക്തി അനുഭവിക്കുന്നില്ല. നമ്മളുടെ മനസ്സിന് അറിയാത്ത കാര്യങ്ങളൊന്നും നമ്മൾ അനുഭവിക്കുന്നില്ല. നമ്മൾ എന്തനുഭവിക്കുന്നുണ്ടെങ്കിലും അത് നമ്മുടെ മനസ്സിന് അറിയുന്ന കാര്യങ്ങളാണെന്ന്. ആ മനസ്സിനറിയാവുന്നത് കൊണ്ടാണ് ആ കർമ്മഫലം നമ്മളെ പിന്തുടരുന്നത്. മനസ്സിന് യഥാർത്ഥത്തിൽ കർമ്മം ചെയ്യുന്ന കർത്താവായ മനസ്സിന് നാശമില്ലാത്തത് കൊണ്ട്, ആ മനസ്സിന് എന്തൊക്കെ കർമ്മങ്ങളാണ് ചെയ്തിരിക്കണേ എന്നറിയാവുന്നത് കൊണ്ടും, മുൻജന്മത്തിലെ ശരീരത്തിലിരുന്ന് ചെയ്ത കർമ്മങ്ങൾ ഈ മനസ്സിൻ്റെ വൃത്തിഭിഹി, അതാണ് ചിത്തവൃത്തിഭിഹി. ഈ മനസ്സിൻ്റെ കർമ്മം എന്താ? ചിന്തകൾ. ആ ചിന്തകൾക്കറിയാം എന്തൊക്കെ
എന്തൊക്കെയാണ് ചെയ്തതെന്ന്. അതുകൊണ്ട് ആ കർമ്മഫലം നമ്മളെ പിന്തുടരുന്നതിൻ്റെ കാരണം അതാണ്. ഇതാണ് കർമ്മഫലത്തിൽ നിന്നും മുക്തിയില്ല എന്ന് പറയുന്നത്. അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റില്ല. ചെയ്തത് റബ്ബർ ബോൾ ചുമരിലേക്ക് എറിഞ്ഞതുപോലെയാ, ഇങ്ങോട്ട് തന്നെ വരിക അല്ലേ. എന്താ ഇങ്ങോട്ട് ഇട്ടോ അത് ഇങ്ങോട്ട് കിട്ടും. അതാണ് കറക്റ്റ് വരിക. അതൊരു ചിന്തയാണെങ്കിൽ പോലും, അപ്പോൾ പ്രവൃത്തി മാത്രമല്ല, അതൊരു ചിന്തയാണെങ്കിൽ പോലും അങ്ങോട്ട് എറിഞ്ഞത് തന്നെയാണ് തിരിച്ചു കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ മനസ്സാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്, മനസ്സുകൊണ്ടാണ് കർമ്മഫലത്തെ അനുഭവിക്കുന്നത്. ഈ മനസ്സിനറിയാം ഞാൻ ഇതിനു മുന്നേ ഏതൊക്കെ ശരീരത്തിലാണ് ഇരുന്നിരുന്നത്, എന്തൊക്കെയാണ് പറഞ്ഞത്, പ്രവർത്തിച്ചത്, ചിന്തിച്ചത് എന്ന്. അതുകൊണ്ട് തീർച്ചയായും അറിയാമെങ്കിൽ കർമ്മഫലത്തെ അനുഭവിക്കണ്ടേ. അപ്പം അതിൻ്റെ ഫലത്തെയും ആ മനസ്സ് തന്നെ അനുഭവിക്കുകയും ചെയ്യും. അതാണ് അവിടെ പറയുന്നത്. ശ്ലോകം 64. അപ്പോൾ അങ്ങേ ഈ പ്രാചീന ബർഹിസിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന പുണ്യവും സുഖവും സമാധാനവും ശാന്തിയും സ്വാസ്ഥ്യവും കിട്ടാൻ വഴിനീളം നടന്ന പൂജാതി കർമ്മങ്ങൾ ചെയ്തിട്ട് യാതൊരുവിധ കാര്യവും ഇല്ല. കാരണം ആ സ്വസ്ഥതയും ശാന്തിയും ആരാണ് അനുഭവിക്കുന്നത്? അങ്ങയുടെ ഉള്ളിലിരിക്കുന്ന മനസ്സാണ് സ്വസ്ഥതയും ശാന്തിയും സുഖവും ഒക്കെ അനുഭവിക്കുന്നത്. ആ മനസ്സിന് അത് കിട്ടാത്തത് എന്തുകൊണ്ടാണ്? അങ്ങ് മുൻജന്മത്തിൽ എന്തൊക്കെ ചെയ്തു, ആരായിരുന്നു എന്ന് ആ മനസ്സിന് നന്നായി അറിയാം. അതാണ് ആ മനസ്സ് പേറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഭൗതികമായി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ അതവിടെ നിർത്തിയിട്ട് ആ മനസ്സിനെ ഏകാഗ്രപ്പെടുത്താനാണ് പിന്നെ ശ്രമിക്കുക. ആ ഒരു തിരിച്ചറിവ് വരാത്തത് കൊണ്ടാണ് ഒരുപാട് മറ്റു കാര്യങ്ങളിലേക്ക് നമ്മളൊക്കെ ഓടി സുഖം കിട്ടാൻ, സമാധാനം കിട്ടാൻ, ശാന്തി കിട്ടാൻ വേണ്ടി പുറമേ കാണുന്ന കാര്യപരിഹാര മാർഗങ്ങളിലേക്ക് നമ്മൾ ഓടി നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു അറിവ് കിട്ടാത്തത് കൊണ്ടാണ് അങ്ങനെ ഓടി നടക്കുന്നത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സ്വസ്ഥത, മനസ്സിൻ്റെ ഏകാഗ്രത കൊണ്ട് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന യഥാർത്ഥ ശാന്തിയും സ്വസ്ഥതയും കിട്ടുകയുള്ളൂ. ശ്ലോകം 64. ന അനുഭൂതം ക്വ ച അനേന ദേഹേന അദൃഷ്ടം അശ്രുതം കഥാചിത് ഉപലഭ്യേത യദ് രൂപം യാദൃക് ആത്മനി. ന അനുഭൂതം നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത, ക്വ ച അത് എന്ന് വെച്ചാൽ ഒരിക്കലും, അനേന ദേഹേന ഈ ഒരു ശരീരത്തിൽ ഈ ഒരു ജന്മത്തിലിരുന്ന്, അദൃഷ്ടം എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ഒരിക്കലും കണ്ടിട്ടില്ല, അശ്രുതം നമ്മൾ ഒരിക്കലും കേട്ടിട്ടുമില്ല, ന അനുഭൂതം നമ്മൾ ഒരിക്കലും അനുഭവിച്ചിട്ടുമില്ലാത്തൊരു കാര്യത്തെ കഥാചിത് ചിലപ്പോഴൊക്കെ ഉപലഭ്യതേ നമുക്ക് അനുഭവിക്കാൻ കിട്ടാറുണ്ട് എന്ന് രഞ്ജിനി ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം. യത് രൂപം അത് ഏതൊരു രൂപമാണോ, യാദൃക്കാത്മനി നമ്മുടെ മനസ്സിലെ യാദൃക് എന്ന് വെച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള എന്തൊരു കാര്യമാണോ നമ്മൾ അനുഭവിക്കുന്നത്, ആത്മനി നമ്മുടെ മനസ്സുകൊണ്ട് അതിൻ്റെ കാരണം ഇതാണെന്ന്. ഈ ജന്മത്തിൽ ഈ ശരീരത്തിലിരുന്ന് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല, നമ്മൾ ഒരിക്കലും കേട്ടിട്ടുമില്ല, നമ്മൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു രൂപം, അതാണ് ഏത് രൂപം, ഏതെങ്കിലും ഒരു രൂപമോ വസ്തുവോ സ്ഥലമോ എന്തെങ്കിലും ഒരു കാര്യത്തെ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യത്തെ മനസ്സുകൊണ്ട് ചിലപ്പോൾ കഥാചിത് ഉപലഭ്യത അനുഭവിക്കുന്നതിൻ്റെ കാരണം ഇതാണെന്ന്. ആ മനസ്സ് ഇതിൻ്റെ മുന്നത്തെ ശരീരത്തിലിരുന്ന് ആ അവസ്ഥയെ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ശരീരത്തിൽ ഈ ജന്മത്തിൽ നമ്മൾ ഒരിക്കലും അങ്ങോട്ട് പോയിട്ടില്ല. അല്ലെങ്കിൽ ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് എവിടെയോ നല്ല കണ്ടുപരിചയം നമുക്ക് തോന്നാം. പക്ഷേ ഈ ജന്മത്തിൽ നമുക്ക് ആ വ്യക്തിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുന്ന ഒരാളായിരിക്കും. പക്ഷേ എവിടെയോ നല്ല കണ്ടുപരിചയം തോന്നാം. അതുപോലെ ചില സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് ഞാൻ ഇതിനു മുന്നേ ഇവിടെ എപ്പോഴോ വന്നിട്ടുള്ള പോലെ, നല്ല പരിചയമുള്ള പോലത്തെ ഒരു സ്ഥലം നമുക്ക് ചിലപ്പോൾ മനസ്സിൽ ഫീല് വരുന്നില്ലേ. അതാണ് ഇവിടെ പറയുന്നത്. ഈ ജന്മത്തിൽ ഒരിക്കൽ പോലും നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങൾ, അത് ഏതെങ്കിലും തരത്തിലുള്ള വസ്തുവോ സ്ഥലമോ കാര്യമോ രൂപമോ എന്തോ ആവാം. ചില സമയത്ത് മനസ്സിൽ അത് അനുഭവിക്കാൻ കിട്ടുന്നതിൻ്റെ കാരണം ആ മനസ്സ് ഒന്നേ ഉള്ളൂ. അത് പല പല വസ്ത്രങ്ങൾ, ശരീരങ്ങൾ എടുത്തു വന്നപ്പോൾ ഏതോ ഒരു ശരീരത്തിൽ ഇരുന്ന് ആ മനസ്സുകൊണ്ട് അതിനെ ആസ്വദിച്ചിട്ടുണ്ട്, അതിനെ അനുഭവിച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു ശരീരത്തിൽ, അതേ മനസ്സ് തന്നെയാണല്ലോ, സൂക്ഷ്മ ശരീരം തന്നെയാണ് ഈ ശരീരത്തിലും.
അപ്പോൾ ആ കറക്റ്റ് സ്ഥലത്ത് നമ്മൾ ഈ ഒരു ജന്മത്തിൽ എത്തിയപ്പോൾ നമ്മുടെ മനസ്സിൽ ഞാനിത് എപ്പോഴോ കണ്ടിട്ടുണ്ടല്ലോ, ഞാനിത് എവിടെയോ ഈ ആളെ എനിക്ക് പരിചയമുണ്ടല്ലോ, ഏതോ ജന്മത്തിലെ ഒരു പരിചയമുള്ള ഒരാൾ എന്നൊക്കെയുള്ള ഫീല് മനസ്സിൽ അനുഭവപ്പെടുന്നതിൻ്റെ കാരണം മനസ്സ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കണോ, രൂപം വിട്ട് രൂപം വിട്ട് രൂപം വിട്ട് പുതിയ രൂപത്തെ, രൂപം വിട്ട് പുതിയ രൂപത്തെ, പുതിയ പുതിയ ശരീരങ്ങളെ എടുത്ത് വിട്ട് സൂക്ഷ്മ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മനസ്സിന് ഓരോ ശരീരത്തിലും, മനസ്സ് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ചിന്തിക്കുന്നതല്ല, നമ്മുടെ ഉപബോധ മനസ്സിനെ നമ്മൾ ഓരോരോ ശരീരത്തിൽ ഇരുന്ന് ചെയ്തതും പറഞ്ഞതും ചിന്തിച്ചതും ഒക്കെ എല്ലാം അറിയാം. ഈ ശരീരങ്ങൾ മാത്രമേ, വസ്തു മാത്രമേ ഇങ്ങനെ മാറി മാറി, ബാഹ്യമായി കാണുന്നത് മാത്രമേ മാറി മാറി പോകുന്നുള്ളൂ. അതുകൊണ്ട് ആ മനസ്സുകൊണ്ട് ആസ്വദിച്ച എന്തോ ഒന്നാണ് ഈ ജന്മത്തിൽ നമ്മൾ കാണുന്നത്. അതുപോലെ ചിലവരെ കാണുമ്പോൾ ഒരു വെറുപ്പ്, എന്തെന്നില്ലാത്തൊരു ദേഷ്യം, ചില സാഹചര്യങ്ങളിൽ എത്തുമ്പോൾ ഒരു വെറുപ്പ്, ദേഷ്യം, ഇതൊക്കെ അനുഭവപ്പെടുന്നത് ഏതോ ജന്മത്തിൽ മനസ്സുകൊണ്ട് അതിനെ വെറുത്തിരുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ ആ മനസ്സ് തന്നെയാണ് ഇപ്പോഴും. അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ ഈ ശരീരത്തിൽ കാരണമില്ലാതെ ചിലരോട് ഒരു വെറുപ്പ് തോന്നുക, ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ എന്തോ ഒരു താല്പര്യക്കുറവ് വരിക. അപ്പം നമുക്ക് തന്നെ അറിയാം എന്താണെന്നറിയില്ല, എന്തോ ഒരു താല്പര്യമില്ലായ്ക, അല്ലെങ്കിൽ എന്തെന്നറിയില്ല, എന്തോ ഒരു മുന്നേ അനുഭവിച്ച ഒരു ഫീല് നമുക്ക് തോന്നുന്നതിൻ്റെ കാരണം മനസ്സ് ആണ് ഇതിനെല്ലാത്തിനും കാരണം എന്ന് മനസ്സിലാവുന്നില്ലേ? ശ്ലോകം 65. തേന അസ്യ താദൃശം രാജൻ ലിംഗിനഃ ദേഹസംഭവം ശ്രദ്ധാത്സ്വ അനനുഭൂതഃ അർത്ഥഃ ന മനഃ സ്പൃഷ്ടം അർഹതി. അതിനാൽ തേന ആയതിനാൽ അസ്യ ഈ ഒരു ജീവനെ രാജൻ എന്ന് വെച്ചാൽ അല്ലയോ പ്രാചീന ബർഹിസ് രാജാവേ, അസ്യ എന്ന് വെച്ചാൽ ജീവന് താദൃശം അനുഭവങ്ങൾ ഉണ്ടാകുന്നത്, ലിംഗിന എന്ന് വെച്ചാൽ ശരീരബോധത്തിലിരിക്കുന്ന ഒരു ജീവന് അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ദേഹസംഭവം പൂർവജന്മത്തിൽ നിന്നും കിട്ടിയതാണ്. ശരീരബോധത്തിലിരിക്കുന്ന ഒരു ജീവന്, ശരീരബോധത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ശരീരമാണ് ഞാൻ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ജീവൻ, ആ ജീവന് അനുഭവങ്ങൾ അതിൻ്റെ മനസ്സിൽ പല പല അനുഭവങ്ങൾ ഉണ്ടാകുന്നത് പൂർവജന്മത്തിൽ നിന്നും കിട്ടിയതാണെന്ന് ശ്രദ്ധത്സ്വ എന്ന് വെച്ചാൽ അത് പൂർണ്ണമായിട്ടും നീ മനസ്സിലാക്കുക, അംഗീകരിക്കുക. ശരീരമാണ് ഞാൻ എന്ന് കരുതി ശരീരബോധത്തിലിരിക്കുന്ന ഒരു സാധാരണ മനുഷ്യന്, ഒരു ജീവന് മനസ്സിൽ പല പല അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള കാരണം, അതായത് സുഖദുഃഖ സമ്മിശ്രമായ പലതും അനുഭവിക്കാൻ കാരണം പൂർവജന്മത്തിൽ നിന്നും കിട്ടിയതാണെന്ന് ശ്രദ്ധത്സ്വ എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുക, അതാണ് വേണ്ടത്. ഇനി അനനുഭൂത അർത്ഥഃ, അതായത് ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തെ മനഃ മനസ്സിൽ സ്പൃഷ്ടും എന്ന് വെച്ചാൽ ഒരു ചിന്തയായിട്ട്, ഒരു തോന്നലായിട്ട് ന അർഹതി ഒരിക്കലും ഉണ്ടാവില്ല. ആ മനസ്സുകൊണ്ട് ഒരു ജന്മത്തിലും ഒരു ശരീരത്തിലും ഇരുന്നു കൊണ്ട് ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തെ ഒരിക്കലും ആ മനസ്സിൽ ഒരു ചിന്തയായി പോലും, ഒരു ചിന്തയായിട്ടോ ഒരു സ്ഫുരണമായിട്ടോ പോലും ഉണ്ടാവില്ല. അപ്പോൾ ഏതൊക്കെയോ ഇപ്പോൾ നമ്മൾ പറയില്ലേ, സ്വപ്നത്തിൽ പാമ്പ് കടിക്കാൻ സ്വപ്നം കണ്ടു, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന എല്ലാ ഇങ്ങനെയുള്ള ചിന്തകളും സ്വപ്നമാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സകല, നമ്മൾ ഏതോ അഗാധമായൊരു ഗർത്തത്തിൽ വീണു, അല്ലെങ്കിൽ ഒരാന കുത്താൻ വരുന്നു, പട്ടി കടിച്ചു, പല 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 വിധത്തിലുള്ള പാമ്പ് കൊത്താൻ വരുന്നു എന്നൊക്കെ സ്വപ്നം കാണും പലരും അല്ലേ. അല്ലെങ്കിൽ വിവാഹം കഴിയുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഏതോ ഒരു ക്ഷേത്രത്തിൽ പോയി നടന്നു പോയി തൊഴുന്നു, എന്തോ ഒരു അങ്ങനെ പല രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണും. ഇപ്പോൾ ഒരു വാസ്തവം പറഞ്ഞു കണ്ട, നമ്മുടെ ജീവന് ശരീരബോധത്തിലിരിക്കുന്ന ഒരു ജീവന് എന്തനുഭവം മനസ്സിൽ തോന്നിയാലും അത് പൂർവ്വജന്മത്തിൽ നിന്നും കിട്ടിയതാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ആ മനസ്സ് ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തെയും ഒരിക്കലും അതിൻ്റെ ഒരു സ്ഫുരണം പോലും ഒരിക്കലും ആ മനസ്സിൽ ഉണ്ടാവില്ല എന്നൊന്നും, ഒരിക്കലും ഒരു ജന്മത്തിലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തിൻ്റെ ഒരു സ്ഫുരണം പോലും ഉണ്ടാവില്ല. അപ്പം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന എല്ലാ ചെറിയ ചെറിയ തോട്ട് പ്രോസസ്സ് പോലും അത് മുന്നേ ഏതൊക്കെയോ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആ മനസ്സ് അനുഭവിച്ചതാണെന്നുള്ള യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാം. ശ്ലോകം 66. മനയേവ മനുഷ്യസ്യ പൂർവരൂപാണി ശംസതി ഭവിഷ്യതഃ ച ഭദ്രം തേ തദായേവ ന ഭവിഷ്യതഃ. മനയേവ മനസ്സ് തന്നെയാണ് മനുഷ്യസ്യ ഒരു മനുഷ്യൻ്റെ പൂർവരൂപാണി കഴിഞ്ഞ ജന്മത്തെക്കുറിച്ചും ശംസത സൂചിപ്പിച്ചു കൊടുക്കുന്നത്. ഇനി കഴിഞ്ഞ ജന്മത്തെ മാത്രമല്ല, ഭവിഷ്യതഃ ച വരാൻ പോകുന്ന ജന്മത്തെക്കുറിച്ചും സൂചിപ്പിച്ചു കൊടുക്കുന്നത്. ഇനി ഭദ്രം തേ, അല്ലയോ പ്രാചീന ബർഹിസ് രാജാവേ, അങ്ങയ്ക്ക് മംഗളം വരട്ടെ.
ആകട്ടെ. തഥായേവ അതുപോലെ ന ഭവിഷ്യതഃ അതൊരിക്കലും സംഭവിക്കില്ല. ഇതൊക്കെ സംഭവിക്കും എന്നൊക്കെ നമുക്ക് തോന്നിക്കുന്നത് നമ്മുടെ മനസ്സാണെന്ന്. അപ്പോൾ എല്ലാ മനുഷ്യൻ്റെയും ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിലിരിക്കുന്ന മനസ്സാണ് അവൻക്ക് പൂർവ്വജന്മത്തിൽ ആരൊക്കെ ആയിരുന്നു എന്ന് അവന് കാണിച്ചു കൊടുക്കുന്നതും ആ സ്മൃതിയെ കൊടുക്കുന്നതും ഇനി വരാൻ പോകുന്ന ജന്മത്തെക്കുറിച്ചുള്ള ഓർമ്മ, വരാൻ പോകുന്ന കാര്യങ്ങളെ ജന്മത്തെക്കുറിച്ചുള്ള അറിവ് കൊടുക്കുന്നതും. ഇനി ചിലർ പറയുന്നിട്ടില്ലേ അതങ്ങനെ സംഭവിക്കില്ല, അല്ലെങ്കിൽ ചിലവർ പറയും ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കും, നാളെ എന്തെങ്കിലും ഒരു വിഷമം പറയുമ്പോൾ ഒരിക്കലും പേടിക്കണ്ട അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് അവരുടെ ഉള്ളിൽ തോന്നിപ്പിക്കുന്നത് മനസ്സാണെന്ന്. അപ്പോൾ മനസ്സ് കാരണം ശരീരവും മാത്രമേ മാറുന്നുള്ളൂ, മനസ്സ് എല്ലാം അറിയുന്നു. ഏതൊക്കെ ജന്മങ്ങൾ എന്തൊക്കെ പ്രവർത്തിച്ചു ഇനി ആരൊക്കെയാവും എല്ലാം നമ്മുടെ ഉപബോധ മനസ്സിന് നന്നായിട്ട് അറിയാം. അതാണ് പറയുന്നത്. ശ്ലോകം 67. അദൃഷ്ടം അശ്രുതം ച അത്ര ക്വചിത് മനസ്സി ദൃശ്യതേ യഥാ യഥാ അനുമന്തവ്യം ദേശകാലക്രിയാശ്രയം. അതുകൊണ്ട് അദൃഷ്ടം അശ്രുതം, മുൻപ് അദൃഷ്ടം മുൻപ് കാണാത്തതും, അശ്രുതം മുൻപ് കേൾക്കാത്തതുമായ ച അത്ര ഈ കാര്യത്തിൽ, ക്വചിത് ചിലപ്പോൾ നമ്മൾ സ്വപ്നം കാണുമ്പോൾ, മനസ്സി ദൃശ്യതേ മനസ്സിൽ കാണാറുണ്ട്. നമ്മൾ ചില സമയത്ത് ഉറങ്ങിക്കിടക്കുമ്പോൾ ഗാഢനിദ്രയിൽ സ്വപ്നം കാണുമ്പോൾ ആ ജന്മത്തിൽ നമ്മൾ ഒരിക്കലും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ സ്വപ്നം കാണാറുണ്ട് ഇല്ലേ? സ്വപ്നം കാണുന്നതും യഥാ അതെന്തൊക്കെയാണോ തഥാ അനുമന്തവ്യം അതെല്ലാം ഇതുപോലെ തദനുസൃതമായിട്ട്, അതായത് പൂർവ്വജന്മ കണക്ഷനുമായി ആ മനസ്സിൻ്റെ അറിവിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ദേശകാല ക്രിയാ ആശ്രയം, മുൻപത്തെ ജന്മത്തിലെ ദേശം, കാലം, സ്ഥലം, അതുപോലെ സമയം, ക്രിയ, കർമ്മത്തെ ആശ്രയിച്ച് അതങ്ങനെ കാണുന്നതാണ്. അപ്പോൾ സ്വപ്നം കാണുന്നതിന് പോലും ഈ കണക്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുന്നു, ചിലപ്പോൾ പാമ്പ് കൊത്താൻ വരുന്നതായിട്ട്, മേലിക്കൂടെ എഴയുന്നതായിട്ട്, പട്ടി കടിക്കാൻ വരുന്നതായിട്ട്, ചിലപ്പോൾ വല്ലയിടത്തും വീഴുന്നതായിട്ട്, ചിലൊരു വിവാഹം നടക്കുന്നതായിട്ട്, പല പല കാര്യങ്ങളും നമ്മളിങ്ങനെ സ്വപ്നത്തിൽ കാണുന്നുണ്ട് അല്ലേ? അതിൻ്റെ അർത്ഥം അതിന് പൂർവ്വജന്മവുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. ഈ ജന്മത്തിൽ നമ്മൾ ഒരിക്കലും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത പല കാര്യങ്ങളും നമ്മൾ സ്വപ്നത്തിൽ കാണുന്നതിൻ്റെ കാരണം പൂർവ്വജന്മത്തിലെ സ്ഥലം, കാലം, സമയം, കർമ്മം ഇതിനുമായി അതിന് ബന്ധമുണ്ട്. ആ മനസ്സിന് അതറിയാം. അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത അനുഭവത്തെ സ്വപ്നത്തിൽ കാണുന്നതിൻ്റെ കാരണവും. ശ്ലോകം 68. സർവേ ക്രമ അനുരാധേന മനസി ഇന്ദ്രിയ ഗോചരഃ ആയാന്തി ബഹുശഃ യാന്തി സർവേ സമനസഃ ജനാഃ. അങ്ങനെ മനസി ഇന്ദ്രിയ ഗോചരഃ, ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ കൊണ്ടുകൊടുക്കുമ്പോൾ മനസ്സെന്ന് വെച്ചാൽ മനസ്സിൽ ക്രമ അനുരാധേന, അത് ക്രമത്തിനനുസരിച്ച് എല്ലാം മനസ്സിൽ ഇങ്ങനെ കയറി വരുന്നു. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ കൊണ്ടുവരുന്നു, മനസ്സ് അതിനെല്ലാം ക്രമത്തിനനുസരിച്ച് സ്വീകരിക്കുന്നു. ആ യാന്തി എന്ന് വെച്ചാൽ മനസ്സിലേക്ക് വരുന്നു. ബഹുശഃ ഇവയെല്ലാം തന്നെ യാന്തി മനസ്സിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ സർവേ ജനാഹ എല്ലാ ജീവൻ്റെ ഉള്ളിലും ജീവനുകളും മനസ്സഹ മനസ്സോടുകൂടി സൂക്ഷ്മ ശരീരത്തോടുകൂടിയാണ് ഇരിക്കുന്നത്. എല്ലാ ജീവനുകളും മനസ്സെവിടെയായിരിക്കുന്നത്? ഈ സ്ഥൂലത്തിലല്ലല്ലോ, സൂക്ഷ്മ ശരീരത്തിൽ. അപ്പോൾ എല്ലാ ജീവനുകളും സൂക്ഷ്മ ശരീരത്തോടു കൂടിയാണ് ഇരിക്കുന്നത് എന്ന്. നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുന്നു, മനസ്സ് സ്വീകരിക്കുന്നു, അങ്ങനെ മനസ്സിലേക്ക് കയറുന്നു. ഇവയെല്ലാം മനസ്സിൽ നിന്ന് പോവുകയും വരുന്നു പോകുന്നു. പക്ഷേ ചിലതൊക്കെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യും. അങ്ങനെ മനസ്സിലേക്ക് വരുന്നു പോകുന്നു. ഇങ്ങനെ എല്ലാ ജീവനുകളും മനസ്സഹ മനസ്സോടുകൂടിയാണ് ഇരിക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാത്തിനും ആ സൂക്ഷ്മ ശരീരമുണ്ട്. ഈ സൂക്ഷ്മ ശരീരവും മനസ്സുമാണ് പുനർജന്മത്തിന് കാരണമാക്കുന്നത്, അല്ലെങ്കിൽ അതില്ല എന്നർത്ഥം. ഈ സൂക്ഷ്മ ശരീരമാണ് പുനർജന്മത്തിന് കാരണമാകുന്നതിന് കാരണം ആ മനസ്സിന്, അതിലിരിക്കുന്ന മനസ്സിന് എല്ലാം അറിയാം. അതുകൊണ്ട് തീർച്ചയായും ആ കർമ്മഫലത്തെ അനുഭവിക്കുകയും വേണം. ശ്ലോകം 69. സത്വ ഏകനിഷ്ഠേ മനസി ഭഗവത് പാർശ്വവർത്തിനി തമ ചന്ദ്ര മസി ഇവ ഇതം ഉപരജ്യ അവഭാസതേ.
ഇനി ഭഗവത് പാർശ്വവർത്തിനി, ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പരിപൂർണമായും ശരണാഗതി അടഞ്ഞ ഒരു ഭക്തൻ്റെ മനസ്സിൽ, ആ മനസ്സിൻ്റെ പ്രത്യേകത സത്വ ഏകനിഷ്ഠ, സാത്വിക ഗുണം നിറഞ്ഞ ഒരു മനസ്സിൽ അവൻ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ കാണുകയെന്ന്. ഇതം, ഈ പ്രപഞ്ചം എങ്ങനെയാ കാണാമെന്നാ പറയുന്നതെന്നാ, ഉപരജ്യ അവഭാസതേ, അതായത് ഈ പ്രപഞ്ചം ഏകമായിട്ട് ഒന്നായിട്ടാണ് അവൻ്റെ മുന്നിൽ പ്രകാശിക്കുന്നത്. എന്നിട്ടൊരു ഉദാഹരണം പറയാണ്, തമഹ, തമസ്, അതായത് ഇവിടെ പറയുന്നത് രാഹു എന്ന ഗ്രഹം, ഇരുണ്ടിരിക്കുന്ന ഒരു ഗ്രഹമാണത്. ഇതിനെ ചന്ദ്രമസി ഇവ, പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുമ്പോൾ ഇരുണ്ടിരിക്കുന്ന രാഹു ഗ്രഹത്തെ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നത് പോലെയാണത്. ഭഗവാന്റെ പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞ ഒരു പരിപൂർണമായ ഞാനെന്ന അഹങ്കാരം നശിച്ച സത്വഗുണത്തിലിരിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ കാണുന്നത്? ഞാൻ തന്നെയാണ് ഈ വിശ്വം നിറഞ്ഞു നിൽക്കുന്നത് എന്ന ഒരേ ഭഗവാന് വ്യത്യാസമില്ലല്ലോ, ഏകഭാവം തന്നെയാണ്. ഞാനാണ് ഈ വിശ്വം നിറഞ്ഞു നിൽക്കുന്നത്, ഈ വിശ്വരൂപത്തിൽ നിൽക്കുന്നത് ഞാൻ തന്നെയാണ് എന്നാണ് ഭഗവാൻ കാണുന്നത്. അതേ കാഴ്ചപ്പാടിലായിരിക്കും ആ ഭക്തനും ഈ ലോകത്തെ ഒരേ ഒരു ദ്വൈതങ്ങളില്ലാതെ ഏകഭാവത്തോടുകൂടി കാണുന്നു. പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുമ്പോൾ ഇരുണ്ടിരിക്കുന്ന, അന്ധകാരം നിറഞ്ഞിരിക്കുന്ന രാഹു എന്ന ഇരുണ്ട ഗ്രഹത്തെ കാണാൻ പൂർണ്ണചന്ദ്രന്റെ വെളിച്ചത്തിൽ കാണാൻ സാധിക്കുന്നത് പോലെ, ഇവിടെ പൂർണ്ണചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഭഗവാനായിട്ട് സങ്കല്പിക്കുക. ഭഗവാനിൽ അർപ്പിതമായ മനസ്സോടുകൂടി, ഈ മനസ്സാണല്ലോ എല്ലാത്തിനെയും കൊണ്ടുവരുന്നത്, ഈ മനസ്സ് ഭഗവാനിൽ അർപ്പിച്ചു വെച്ച ഒരു ഭക്തന് ഭഗവാൻ കാണുന്നത് പോലെ ഈ പ്രപഞ്ചത്തെ കാണാം. പ്രപഞ്ചത്തിൽ ദോഷമില്ല എന്ന്, നല്ലതില്ല ചീത്തയില്ല വേർതിരിവില്ല, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ആ ഈശ്വരൻ തന്നെ. അതായത് ചന്ദ്രന്റെ പ്രകാശത്തിൽ രാഹുഗ്രഹത്തെ ഇരുണ്ട ഗ്രഹത്തെ കാണാൻ, പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നത് പോലെ ഈ പ്രപഞ്ചം മുഴുവനും ഈശ്വരമയമായിട്ട് അവന് കാണാൻ സാധിക്കുന്നു. അപ്പൊ സങ്കല്പമാണ്, ആ കാഴ്ചപ്പാടാണ് അവിടെ മാറുന്നത്. അവനും എനിക്കും നിങ്ങൾക്കും എല്ലാം ഒരേ കണ്ണാണ്, പക്ഷേ സ്വീകരിക്കുന്നതും ഒരേ തത്വം കാര്യങ്ങളെ തന്നെയാണ് കാഴ്ച കൊണ്ട്. പക്ഷേ സങ്കല്പം വ്യത്യാസങ്ങളില്ലാതെ സർവ്വതിലും ഈശ്വരനെ കാണുന്നു, നമ്മൾ ദ്വൈതഭാവത്തിൽ കാണുന്നു, പലതിനെ പലതായി കാണുന്നു. അപ്പോൾ സങ്കല്പമാണ് അവിടെ മാറേണ്ടത് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ഇനി ശ്ലോകം 70. ന അഹം മമ ഇതി ഭാവഃ അയം പുരുഷേ വ്യവദീയതേ യാവത് ബുദ്ധി മന അക്ഷ അർത്ഥ ഗണ വ്യൂഹഃ ഹി അനാദിമാൻ. ന അല്ല, അഹം ഞാൻ, മമ എൻ്റെ, ഇതി ഇങ്ങനെയുള്ള ഭാവഃ അയം ദേഹബോധം, അതായത് ഈ സൂക്ഷ്മ ശരീരം ഇരിക്കുന്ന മനസ്സാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഈ സൂക്ഷ്മ ശരീരത്തിൻ്റെ പ്രത്യേകത എന്താണെന്നാ, ബുദ്ധി മനസ്സ്, അക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ, അർത്ഥം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ വസ്തുക്കൾ, ഗുണം എന്ന് വെച്ചാൽ ഭൗതിക ഗുണങ്ങൾ, അതിൻ്റെ ഗുണങ്ങൾ, ഇവയെല്ലാത്തിൻ്റെയും വ്യൂഹ എന്ന് വെച്ചാൽ കൂട്ടം, അതാണ് യാവത്, ഏതൊന്ന് എന്ന് വെച്ചാൽ ഈ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങൾ, ഗുണങ്ങൾ, ഇവയുടെ എല്ലാത്തിൻ്റെയും കൂട്ടമാണ് ഈ സൂക്ഷ്മ ശരീരം എന്ന് വിളിക്കുന്നത്. അത് അനാദിമാൻ, അതിന് തുടക്കവും ഒടുക്കവും ഇല്ല. സൂക്ഷ്മ ശരീരം എവിടെ നിന്നാണ് ആരംഭിച്ചതെന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമുക്ക് ഈ ജന്മത്തിൽ നമ്മളിങ്ങനെ ഇരിക്കുന്നു, നമുക്കൊരു സൂക്ഷ്മ ശരീരം ഉണ്ട് എന്ന് പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ അറിയാം അല്ലേ. ഈ സൂക്ഷ്മ ശരീരത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണ്? ഏതാണ് ഏറ്റവും ആദ്യമായിട്ട് എടുത്ത ശരീരം എന്ന് പറയാൻ പറ്റുമോ? ഏറ്റവും അവസാനത്തെ ശരീരം ഏതെന്നും പറയാൻ പറ്റുമോ? അതാണ് ഈ സൂക്ഷ്മ ശരീരം അനാദിമാൻ, തുടക്കവും ഒടുക്കവും ഇല്ലാത്ത, അതിന് സ്മരണാതീത കാലം മുതൽ അസ്തിത്വമുള്ളത് എന്നാണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അതായത് അതാണ് സൂക്ഷ്മ ശരീരം. അത് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള സൂക്ഷ്മ ശരീരം, ആ ശരീരത്തിൻ്റെ പ്രത്യേകത എന്താണെന്നോ, ഞാൻ, അഹം മമ ഇതി ഭാവഃ അയം, ഞാൻ, ഇതൊക്കെ എൻ്റെ എന്ന ദേഹബോധം ഈ സൂക്ഷ്മ ശരീരത്തിന് ഉണ്ട് എന്ന് മനസ്സിലായോ? കാരണം ഈ സൂക്ഷ്മ ശരീരത്തിലിരിക്കുന്നതാണ് അഹങ്കാരം, മനസ്സ്, അഹങ്കാരം, ബുദ്ധിയൊക്കെ. ഈ സൂക്ഷ്മ ശരീരത്തിന് ഞാൻ, എൻ്റെ എന്നൊരു ദേഹബോധം ഉണ്ടെങ്കിൽ പോലും പുരുഷഃ, അത് ആ സൂക്ഷ്മ ശരീരത്തിന്, പുരുഷൻ എന്ന് പറയുന്നതിൽ ഇവിടെ ആരായിരിക്കും? ജീവാത്മാവിൽ നിന്നും വ്യവദീയതേ ന വ്യവദീയതേ എന്ന് വെച്ചാൽ ഒരിക്കലും
ജീവാത്മാവിൽ നിന്നും ഈ സൂക്ഷ്മ ശരീരം വേർപ്പെടുന്നില്ല എന്ന്, എപ്പോഴും ജീവാത്മാവിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന്. ഒന്നുകൂടി വ്യക്തമായി പറയാൻ, നമുക്ക് 3 തരം ശരീരം ഉണ്ടെന്നല്ലേ പഠിച്ചിരിക്കുന്നത്. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം. പരമപുരുഷൻ ആത്മാവ് കാരണശരീരത്തിലും സൂക്ഷ്മ ശരീരത്തിൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, സ്ഥൂലത്തിൽ ഭൗതിക സ്ഥൂല ശരീരം അല്ലേ, എല്ലാ ഓർഗൻസും എല്ലാം അടങ്ങിയ ഈ സൂക്ഷ്മ ശരീരം. ഈ സൂക്ഷ്മ ശരീരത്തിൽ നമ്മുടെ ഈ സ്ഥൂല ശരീരത്തിന് മനസ്സും ബുദ്ധി അഹങ്കാരം ഉണ്ടാ? ഇല്ല. ഇതൊരു വസ്തു മാത്രം പ്രത്യക്ഷത്തിൽ കാണുന്നത്. ഇതിനപ്പുറം ഇരിക്കുന്ന സൂക്ഷ്മ ശരീരത്തിലാണ് മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഈ സൂക്ഷ്മ ശരീരത്തിൽ ഞാൻ, എൻ്റെ എന്നുള്ള തോന്നലുകളൊക്കെ ഈ സൂക്ഷ്മ ശരീരത്തിൽ ഉണ്ട് എങ്കിൽ പോലും ഇത് പൂർണ്ണമായും ആരിൽ നിന്നും വേർപെട്ട് നിൽക്കുന്നില്ല. ഇതൊന്നുമില്ലാത്ത യഥാർത്ഥത്തിൽ കർത്താവ് ആരാണ്? കാരണ ശരീരത്തിലിരിക്കുന്ന ജീവാത്മാവാണ്. ആ ജീവാത്മാവിൽ നിന്നും പൂർണ്ണമായും സൂക്ഷ്മ ശരീരം വേർപ്പെടുന്നില്ല എന്ന് മനസ്സിലായ? അപ്പോൾ സ്ഥൂലമാണ് നശിച്ചു പോകുന്ന ഭൗതിക ശരീരം. സൂക്ഷ്മ ശരീരം ഞാൻ എൻ്റെ എന്നുള്ള ചിന്തയിലാണ് ഇരിക്കുന്നതെങ്കിൽ പോലും അത് പൂർണ്ണമായും ജീവാത്മാവിൽ നിന്നും വേർപ്പെടുന്നില്ല എന്നാണ് ആ പറയുന്നത്. അങ്ങനെ ജീവാത്മാവിനോട് ചേർന്നിരിക്കുന്ന സൂക്ഷ്മ ശരീരത്തെയാണ് നമ്മളെല്ലാവരും ജീവൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ജീവൻ പോയി എന്ന് പറയില്ലേ, ആ ജീവൻ എന്ന് പറയുന്നത് ജീവാത്മാവിനോട് ചേർന്നിരിക്കുന്ന ആ സൂക്ഷ്മ ശരീരത്തെ. അപ്പോൾ മരണം സംഭവിക്കുമ്പോൾ ഭൗതിക ശരീരമാണ് പോകുന്നത്, സൂക്ഷ്മവും ശരീരവും കാരണ ശരീരവും അവിടെയുണ്ട്. അവ ചേർന്നിരിക്കുന്നതിനെയാണ് ജീവൻ എന്ന് വിളിക്കുന്നത്. ശ്ലോകം 71. സുപ്തി മൂർച്ച ഉപതാപേഷു പ്രാണായന വിഘാതതഃ ന ഈഹതേ അഹം ഇതി ജ്ഞാനം മൃത്യു പ്രജ്വാരയോഃ അഭി. ഈ സൂക്ഷ്മ ശരീരത്തിന് ഞാൻ, എൻ്റെ എന്നൊക്കെ ചിന്തയുണ്ടെങ്കിൽ പോലും അത് പൂർണ്ണമായും ജീവാത്മാവിൽ നിന്നും വേർപെട്ട് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ഇനി ഈ സൂക്ഷ്മ ശരീരം പ്രവർത്തിക്കണമെങ്കിൽ, ഈ സൂക്ഷ്മ ശരീരത്തിലിരിക്കുന്ന ശരീരവും മനസ്സും ബുദ്ധിയും അഹങ്കാരമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ ആര് വേണം? ഇതിന് നല്ല ശക്തിയുള്ള പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും വേണം. നമ്മൾ പഠിച്ചിട്ടില്ലേ, പഞ്ചേന്ദ്രിയങ്ങൾ അഥവാ ജ്ഞാനേന്ദ്രിയങ്ങളാണ് വിഷയങ്ങളെ കൊണ്ടു കൊടുക്കുന്നത്. കാണുന്നു, കേൾക്കുന്നു, രുചിക്കുന്നു, സ്പർശിക്കുന്നു, മനസ്സ് അതനുസരിച്ച് അതിനെ സ്വീകരിക്കുന്നു. എന്നിട്ട് എനിക്കിഷ്ടമുള്ളത് എനിക്കിഷ്ടമില്ലാത്തത് എന്ന് വേർതിരിക്കുന്നു. ആ മനസ്സ് നിർദ്ദേശിക്കുന്നതനുസരിച്ച് കർമ്മേന്ദ്രിയങ്ങൾ കർമ്മം ചെയ്യുന്നു. ഇവിടെ മനസ്സ് ആക്റ്റീവ് ആവണമെങ്കിൽ ആര് വേണം? പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും വേണം അല്ലേ? പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടെങ്കിലാണ് ഈ മനസ്സിനെ എന്ത് ചിന്ത, ഇതെനിക്ക് വേണം, അതെൻ്റെയാണ്, ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട പൂവാണ്, ഈ പൂവ് കണ്ണുകൊണ്ട് നമ്മളൊരു പൂവിനെ കണ്ടു, ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഈ ചെടി എനിക്ക് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കണം. ഈ തോന്നൽ എവിടെയുണ്ടായി? മനസ്സിൽ ഈ തോന്നൽ ഉണ്ടാവാൻ എന്ത് വേണ്ടി വന്നു? കണ്ണ് എന്ന ഇന്ദ്രിയം വേണം അല്ലേ? ആ പൂവിൻ്റെ കാഴ്ച കൊണ്ടു കൊടുത്തപ്പോഴല്ലേ മനസ്സിനായി ഇഷ്ടം വന്നതും അത് വേണമെന്ന് ആഗ്രഹിച്ചതും. ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. സുപ്തി എന്ന് വെച്ചാൽ നമ്മൾ ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ. ഇനി മൂർച്ഛഹ എന്ന് വെച്ചാൽ നമുക്ക് ഓർമ്മ പോയി കിടക്കുക. ചില സമയത്ത് തല ചുറ്റിയിട്ട് നമ്മൾ ഓർമ്മയില്ലാണ്ട് കിടക്കുക. ആദ്യം പറഞ്ഞത് ഗാഠനിദ്രയിൽ, ഒന്നും അറിയാത്ത അവസ്ഥ. ഇനി ഓർമ്മ പോയി കിടക്കുന്ന അബോധാവസ്ഥ. ഇനി ഉപതാപേഷു, വളരെ വലിയൊരു ദുഃഖത്തിൽ പെട്ട് കിടക്കുക. അതായത് നമുക്ക് മനസ്സിന് വളരെ വലിയൊരു അഗാധമായ ദുഃഖം, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ വേർപാട് ഒക്കെ സംഭവിച്ച് അങ്ങനെ ഒരു ദുഃഖത്തിൽ നമ്മൾ വീണ് കിടക്കുക. ഉപതാപേഷു, ആ അവസ്ഥ. അങ്ങനെ പ്രാണായന വിഘാതത എന്ന് വെച്ചാൽ അർത്ഥം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയില്ലാതെ വരിക. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയുണ്ടോ? ഇല്ല. നമ്മളിപ്പോൾ തലചുറ്റി ഓർമ്മയില്ലാണ്ട് വീണ് കിടക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയുണ്ടോ? ഇല്ല. ഇനി വളരെ വലിയൊരു ദുഃഖം താങ്ങാൻ കഴിയാതെ ഇങ്ങനെ ദുഃഖിച്ചു കിടക്കുമ്പോഴും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കും കർമ്മേന്ദ്രിയങ്ങൾക്കും ഒട്ടും ശക്തിയില്ല. ഇല്ലല്ലോ. ഈ അവസ്ഥ ഇനിയും കഴിഞ്ഞിട്ടില്ല. മൃത്യു, മരണം സംഭവിക്കുമ്പോൾ. പ്രജ്വാരയഃ അഭി, നല്ല പനി ഉണ്ടാകുമ്പോൾ, താപനില കൂടുമ്പോൾ ആ റൂമിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോക്കും. നല്ല പനി ഉണ്ടാകുമ്പോൾ, നല്ല താപനില കൂടി നിൽക്കുന്ന സമയത്ത് നമുക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ക്ഷീണിച്ചിരിക്കുന്നൊരവസ്ഥ. ഈ സമയത്ത് അഹം ഇതി ജ്ഞാനം, ഞാൻ അഹം എന്ന ഇപ്രകാരമുള്ള ജ്ഞാനം ന ഈഹതേ, നമ്മുടെ ഉള്ളിൽ ശക്തിയായി പ്രവർത്തിക്കില്ല. മനസ്സിലെ ഈ തോന്നല് ശക്തിയായി പ്രവർത്തിക്കില്ല. അങ്ങോട്ട് കൊണ്ടുപോക്കോളൂ.
അപ്പോൾ മനസ്സിലായോ? ഇപ്പോൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായോ? നല്ല ഉറക്കത്തിൽ നമ്മൾ അബോധാവസ്ഥയിലായിരിക്കുമ്പോൾ വലിയൊരു ദുഃഖം അനുഭവിക്കുമ്പോൾ, അതുപോലെ നമ്മൾ മരിച്ചു കിടക്കുമ്പോഴും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയില്ല. അതുപോലെ നല്ല താപനില കൂടിയിരിക്കുമ്പോൾ, ചൂട് അനുഭവിക്കുമ്പോഴൊന്നും ഈ മനസ്സിൻ്റെ ഉള്ളിൽ അഹം, ഇത് ഞാനാണ് എന്ന ബോധം അത്ര വലിയ ശക്തി പ്രാപിച്ച് നിൽക്കില്ല എന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ, എൻ്റെ എന്നുള്ള ബോധം, ഈ വികാരങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഇന്ദ്രിയങ്ങൾ നല്ല ശക്തിയിൽ പ്രവർത്തിക്കണം. മനസ്സിലായ? ഇന്ദ്രിയങ്ങൾ നല്ല ശക്തിയിൽ വളർച്ചയിലെത്തി നല്ല ശക്തിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് മനസ്സിൻ്റെ ഉള്ളിൽ എല്ലാവിധ വികാരങ്ങളും, കാമം, ക്രോധം, ദേഷ്യം, നാണം, ലജ്ജ, ഇതെല്ലാ വികാരങ്ങളും, എൻ്റെ, വെറുപ്പ്, ഇഷ്ടം, ആസ്വാദനം, വെറുപ്പ്, ഇതെല്ലാ വികാരങ്ങളും മനസ്സിലുണ്ടാകണമെങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് ശക്തി ഉണ്ടാവണം. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയില്ല, അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ ശക്തിയില്ല, പനിക്കുമ്പോൾ ഇല്ല, മരിക്കുമ്പോൾ ഇല്ല. ഇങ്ങനെയൊക്കെയുള്ള പല പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ആ അവസ്ഥയിലിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഞാൻ എന്ന ബോധം അത്ര ശക്തിയായിട്ട് ഉണ്ടാവില്ല. ഇനി ആ രണ്ടവസ്ഥ മാത്രമല്ല, വേറെയും പറയുന്നു. ഗർഭത്തിൽ കിടക്കുമ്പോൾ കുഞ്ഞിന് ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയില്ല. അതുകൊണ്ട് ഗർഭാവസ്ഥയിലിരിക്കുന്ന ഒരു കുഞ്ഞിന് ഞാൻ എന്ന അഹംബോധം കാര്യമായിട്ടുണ്ടാവില്ല. ഇനി ബാല്യത്തിൽ, നമ്മുടെ ചെറുപ്പകാലത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഞാൻ എന്ന അഹം കാര്യമായിട്ട് ആ മനസ്സിലുണ്ടാവില്ല. കാരണം ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയില്ല. അങ്ങനെ ബാല്യേ അഭി, ഗർഭത്തിലും ബാല്യത്തിലുമാണെങ്കിലും അപൗഷ്കല്യാത് എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾക്ക് പൂർണ്ണ വളർച്ച എത്താത്തത് കൊണ്ട് തന്നെ ഏകദശവിധം 11 ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, 11 ഇന്ദ്രിയങ്ങൾക്ക് പൂർണ്ണ വളർച്ച എത്താത്ത ഈ കാലഘട്ടത്തിൽ, ഗർഭാവസ്ഥയിലും ബാല്യകാലത്തിലും ലിംഗം ന ദൃശ്യതേ, സൂക്ഷ്മ ശരീരത്തിൽ വലിയ കാര്യമായിട്ടുള്ള ആ സൂക്ഷ്മ ശരീരത്തിലെ മനസ്സിന് വലിയ കാര്യമായ വികാരങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയില്ല. അതുകൊണ്ട് എന്നാൽ യൗവനത്തിലേക്ക് എത്തുമ്പോൾ ഇന്ദ്രിയങ്ങൾ പൂർണ്ണ വളർച്ചയിലെത്തി ശക്തി പ്രാപിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അതാണ് നമ്മുടെ മക്കൾ പറഞ്ഞാൽ കേൾക്കാത്തത്, അല്ലേ? ഉപദേശം അവർക്ക് ഇഷ്ടമല്ലാത്തത്, അവർക്ക് ദേഷ്യം വരുന്നത്, അവർ ലജ്ജിക്കുന്നത്, നാണിക്കുന്നത്, ദുഃഖിക്കുന്നത്, കരയുന്നത്, ടെൻഷൻ എടുക്കുന്നത്, സന്തോഷിക്കുന്നത്, ഇതൊക്കെ ഈ വികാര വിക്ഷോഭങ്ങൾ അവരിൽ യൗവനകാലത്തിൽ ഉണ്ടാവാൻ കാരണം അവരുടെ ഇന്ദ്രിയങ്ങൾ അപ്പോഴാണ് ശക്തി പ്രാപിച്ചത്. ഇന്ദ്രിയങ്ങൾക്ക് ശക്തി വരുമ്പോൾ മനസ്സിനകത്ത് ഞാൻ, എൻ്റെ എന്ന ഭാവം ശക്തി പ്രാപിക്കും, വികാരം കൂടും. ഗർഭാവസ്ഥയിലിരിക്കുമ്പോഴും ബാല്യകാലത്തിലും ഈ ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയില്ലാത്തത് കൊണ്ട് ഈ ഒരു വികാരം കാര്യമായിട്ട് ഉണ്ടാവില്ല. അങ്ങനെ കുഹ്വാം ചന്ദ്രമസായ യഥാ, കുഹ്വ എന്ന് വെച്ചാൽ അമാവാസി രാത്രിയിലെ ചന്ദ്രൻ എന്നതുപോലെയാണിത്. അമാവാസിയിലും പൗർണമിയിലും ചന്ദ്രൻ ഒരുപോലെ നിൽക്കുന്നുണ്ട്. പക്ഷേ അമാവാസിയിൽ ചന്ദ്രനെ കാണാൻ പറ്റുന്നില്ല. ഇതുപോലെയാണ് ഇതെന്ന്. അതായത് ഗർഭത്തിലിരിക്കുമ്പോഴും ബാല്യത്തിലും അതുപോലെ ഉറങ്ങിക്കിടക്കുമ്പോഴും അബോധാവസ്ഥയിലും പനിക്കുമ്പോഴും ഒക്കെ നമ്മുടെ ഉള്ളിൽ സൂക്ഷ്മ ശരീരമുണ്ട്, മനസ്സുമുണ്ട്. പക്ഷേ ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയില്ലാത്തത് കൊണ്ട് സൂക്ഷ്മ ശരീരവും മനസ്സും പ്രവർത്തിക്കുന്നില്ല. ഇവിടെ മരണാവസ്ഥയെ മാറ്റി നിർത്താം. മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയില്ല. അതുമാത്രമല്ല സൂക്ഷ്മ ശരീരവും വേർപെട്ടു പോയി. പക്ഷേ ഗർഭം, ബാല്യം, മറ്റുള്ള കാര്യങ്ങൾ, പനി വരുമ്പോൾ, ക്ഷീണം വരുമ്പോൾ, തളർന്നു കിടക്കുമ്പോഴൊക്കെ, ഉറങ്ങിക്കിടക്കുമ്പോഴൊക്കെ സൂക്ഷ്മ ശരീരവുമുണ്ട്, മനസ്സുമുണ്ട്. പക്ഷേ ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ശക്തിയില്ലാത്തത് കൊണ്ട് മനസ്സിൽ വേറെ യാതൊരു വികാര വിക്ഷോഭങ്ങളും ഇല്ല. എന്നാൽ ഇത് ആരംഭിക്കുന്നത് യൗവനകാലം തൊട്ടാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് ശക്തി വന്നു, മനസ്സിനകത്ത് ഞാൻ എന്ന ഭാവവും കൂടുന്നു. ശ്ലോകം 73. അർത്ഥേഹി അവിദ്യമാനേഹി അഭി സംസൃതിന നിവർത്തതേ ധ്യായതഃ വിഷയാൻ അസ്യ സ്വപ്നേ അനർത്ഥ ആഗമോ യഥാ. അർത്ഥേ, ഈ സ്ഥൂല ശരീരം അവിദ്യമാനേ അഭി, യഥാർത്ഥത്തിലുള്ളതല്ല. അവിദ്യയിൽ, അജ്ഞാനം കൊണ്ട് ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നതാണ്. കാരണം എന്താ? ത്രിഗുണങ്ങളുടെ വ്യതിചലനത്താൽ, ആ തോതിൽ വരുന്ന വ്യതിചലനത്താൽ ഇത് ഉണ്ട് എന്ന് നമ്മുടെ കണ്ണിന് തോന്നുന്നതാണ്. മനസ്സിലായോ? അതാണ് ആ പറയുന്നത്. അതുകൊണ്ട് അത് യഥാർത്ഥത്തിലുള്ളതല്ല ഈ സ്ഥൂല ശരീരം. എങ്കിൽ പോലും സംസൃതിന നിവർത്തതേ, ഈ ജനന മരണ ചക്രത്തിൽ നിന്നും നമുക്ക് ഒരു നിവൃത്തിയില്ല, പുറത്തേക്ക് വരാൻ പറ്റണില്ല. യഥാർത്ഥത്തിലുള്ളതല്ല ഇത്. ഈ ജനിക്കുക, ഒരു ശരീരം എടുത്ത് വരിക, മരിക്കുക, ജീവിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഉള്ളതല്ല. മനസ്സിലായോ?
പക്ഷേ എന്നിട്ട് പോലും അത് യഥാർത്ഥത്തിൽ ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ ജനന മരണ ചക്രത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ പറ്റണില്ല. അതിൻ്റെ കാരണം ഈ സ്ഥൂല ശരീരത്തിന് അപ്പുറത്തിരിക്കുന്ന സൂക്ഷ്മ ശരീരത്തിലെ മനസ്സുകൊണ്ട് ധ്യായതഃ നമ്മൾ ചിന്തിക്കുന്നത് വിഷയാൻ അസ്യ, ഈ കാണുന്ന ഭൗതികമായ ഈ പ്രത്യക്ഷത്തിൽ കാണപ്പെടുന്ന ഈ ഭൗതിക ദേഹമാണ് ഞാൻ എന്നാണ് ആ സൂക്ഷ്മ ശരീരത്തിലെ മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത്. മനസ്സിലായ? യഥാർത്ഥത്തിൽ ഈ വസ്തു ഭൗതിക ശരീരം യഥാർത്ഥത്തിലല്ല ഉള്ളതല്ല എങ്കിൽ പോലും ഈ ശരീരത്തെ എടുക്കുക, പിന്നെ വിടുക, എടുക്കുക, അതായത് ജനിക്കുക, ജീവിക്കുക, മരിക്കുക, ഈ ഒരു ചക്രത്തിൽ നിന്നും പുനർജന്മത്തിൽ നിന്നും നമുക്ക് മോചനം വരാത്തതിൻ്റെ കാരണം ഈ സ്ഥൂല ശരീരത്തിലെ ഈ സൂക്ഷ്മ ശരീരത്തിലിരുന്ന മനസ്സുകൊണ്ട് ഈ സ്ഥൂല ശരീരമാണ് ഞാൻ എന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത്. സ്വപ്നേ അനർത്ഥ ആഗമഃ യഥാ, സ്വപ്നത്തിൽ എന്തോ ഒരു അനർത്ഥം സംഭവിക്കുന്നതായി കാണുന്നത് പോലെ യഥാർത്ഥത്തിലുണ്ടോ? നമ്മൾ വീട്ടിൽ സുരക്ഷിതമായി കിടന്നുറങ്ങുകയാണ്, പക്ഷെ നമുക്ക് എന്തോ ഒരു ആപത്ത് വരുന്നു, നമ്മൾ ഓടി രക്ഷപ്പെടുന്നു, ഒറ്റയ്ക്ക് തനിച്ച് നമ്മൾ വിഷമിക്കുന്നു, ദുഃഖിക്കുന്നു എന്നൊക്കെ നമ്മൾ സ്വപ്നം കാണുകയാണ്. അത് യഥാർത്ഥത്തിലുള്ളതാണോ? അല്ല. യഥാർത്ഥത്തിൽ സുരക്ഷിതരായി നമ്മുടെ വീട്ടുകാരുടെ ഒപ്പം നമ്മൾ കിടന്ന് നമ്മുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. ഇതുപോലെയാണ് നമ്മുടെ കാര്യം. അതായത് ഈ ഭൗതിക ശരീരം യഥാർത്ഥമല്ലെങ്കിൽ പോലും ഈ ശരീരമാണ് ഞാൻ എന്ന് ചിന്തിച്ചിരിക്കുന്നത് കൊണ്ട്, അങ്ങനെ ചിന്തിച്ച് ജീവിക്കുന്നത് കൊണ്ട് ഈ ജനിക്കുക, നമ്മുടെ മനസ്സ് അങ്ങനെയാണല്ലോ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ആത്മാവിനെ അറിയണം, ആത്മാവാണ് ഞാൻ. കാരണ ശരീരത്തിലിരിക്കുന്ന ആത്മാവിനെ ആ മനസ്സുകൊണ്ട് അറിഞ്ഞാൽ, അതറിയാന്നുള്ളതാണ് ലക്ഷ്യം. അതിനുവേണ്ടിയാണ് മനുഷ്യ ശരീരം കിട്ടുന്നത്, നരനായി പിറക്കുന്നത്. എന്നിട്ട് അത് അറിയാതെ വരുമ്പോഴാണ് വീണ്ടും വീണ്ടും പുനർജനിക്കേണ്ടി വരുന്നത്. അപ്പോൾ അറിയേണ്ടതിനെ അറിഞ്ഞാൽ പിന്നെ പുനർജന്മം ഇല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ജനന മരണ ചക്രത്തിൽ നിന്ന് മോചനമില്ലാത്തതിൻ്റെ കാരണം മനസ്സുകൊണ്ട് ഇതാണ് ഞാൻ എന്ന് ചിന്തിക്കുന്നതാണ്. ഏവം പഞ്ചവിധ ലിംഗം ത്രിവൃത് ഷോഡശ വിസ്തൃതം ഏഷ ചേതനയാ യുക്തഃ ജീവ ഇതി അഭിധീയതേ. ഏവം ഇപ്രകാരം പഞ്ചവിധം 5 ഇന്ദ്രിയ വസ്തുക്കൾ, അതായത് ശബ്ദം, സ്പർശം, രൂപം, ഗന്ധം എന്നിവ, അവ ലിംഗം അതായത് ഈ ഒരു സൂക്ഷ്മ ശരീരം, ത്രിവൃത് അതായത് 3 ത്രിഗുണങ്ങൾ, സത്വരജ തമോ ഗുണങ്ങൾ, ഷോഡശ വിസ്തൃതം 16 തത്വങ്ങളാൽ വിസ്തൃതമായത് എന്ന് വെച്ചാൽ എന്താ? 16 തത്വങ്ങൾ എന്ന് വെച്ചാൽ 10 ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, പിന്നെ 11ാമത്തെ മനസ്സ്, പിന്നത്തെ 5 പഞ്ചഭൂതങ്ങൾ, അങ്ങനെ 16 എണ്ണം. ഇവയാൽ വിസ്തൃതമായ 5 ഇന്ദ്രിയ വസ്തുക്കളോട് കൂടിയ ഈ ഒരു സൂക്ഷ്മ ശരീരം, സത്വരജ തമോ ഗുണങ്ങളോട് കൂടിയ ഇപ്രകാരമുള്ള ഈ സൂക്ഷ്മ ശരീരം, ഏഷ ഇത് ചേതനയായുക്ത, ചേതന എന്ന് പറഞ്ഞാൽ എന്താ? ചേതനയുള്ള യഥാർത്ഥത്തിൽ ചേതനയുള്ള ആ ജീവാത്മാവിനോട് യുക്ത ചേർന്നിരിക്കുമ്പോൾ ജീവ ഇതി അഭിധീയതേ, ജീവൻ എന്ന് അതിനെ വിളിക്കുന്നു. മനസ്സിലായ? അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, അതിൻ്റെ തന്മാത്രകൾ, ഇവയും പിന്നെ അതിൻ്റെ പഞ്ചഭൂതങ്ങൾ, മനസ്സ്, പിന്നെ ഇതിൻ്റെ വിഷയങ്ങൾ, അതായത് ശബ്ദം, സ്പർശം, രൂപം, ഗന്ധം എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ, പിന്നെ പ്രകൃതിയുടെ സത്വരജ തമോ ഗുണങ്ങൾ, ഇവയെല്ലാം കൂടിച്ചേർന്നിരിക്കുന്ന ആ സൂക്ഷ്മ ശരീരം, ആ മനസ്സ്, എപ്പോഴാണോ ആ സൂക്ഷ്മ ശരീരം ആ കാരണ ശരീരത്തിലിരിക്കുന്ന ജീവാത്മാവിനോട് ചേർന്നിരിക്കുമ്പോൾ അതിനെയാണ് ജീവൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ മരിക്കുമ്പോൾ ജീവൻ പോയി എന്ന് നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്. ഈ ജീവൻ എന്താണ് എന്നുള്ള സംശയവും ഭാഗവതം നമുക്ക് മനസ്സിലാക്കി തന്നു. ഇനി ശ്ലോകം 75. അനേന പുരുഷഃ ദേഹ അനുപാദത്തെ വിമുഞ്ചതി ഹർഷം ശോകം ഭയം ദുഃഖം സുഖം ച അനേന വിന്ദതി. അനേന ഈ സൂക്ഷ്മദേഹത്തിലിരുന്ന് ആ മനസ്സുകൊണ്ട് പുരുഷഃ ഒരു ജീവൻ, പുരുഷൻ എന്ന് പറഞ്ഞാൽ ജീവൻ. അപ്പോൾ ആ ജീവൻ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ? സൂക്ഷ്മ ശരീരവും ആ ജീവാത്മാവും ചേർന്നിരിക്കുന്നതാണ് ജീവൻ. ആ ജീവൻ ഈ സൂക്ഷ്മ ശരീരത്തിലിരുന്ന് ആ മനസ്സുകൊണ്ട് ദേഹ അനുപാദത്തെ, സ്ഥൂലമായ ഒരു ശരീരത്തെ സ്വീകരിക്കുന്നു. വിമുഞ്ചത എന്ന് വെച്ചാൽ ഉപേക്ഷിക്കുന്നു. ഹർഷം സന്തോഷം, ശോകം അതായത് വിഷമം, ഭയം, ദുഃഖം, സുഖം ഇവയെല്ലാം ച അനേന വിന്ദതേ ആ സൂക്ഷ്മ ശരീരത്തോടു കൂടിയിരുന്ന് അനുഭവിക്കുന്നു. അപ്പോൾ
ഈ സൂക്ഷ്മ ശരീരം എന്ന് വിളിക്കുന്ന ഈ ജീവാത്മാവുമായി ചേർന്നിരിക്കുന്ന ഈ ജീവൻ ആ സൂക്ഷ്മ ശരീരത്തിൽ ഇരുന്നിട്ട് ആ ജീവനാണ് ആ സൂക്ഷ്മ ശരീരത്തെ കൊണ്ട് പുതിയ ശരീരത്തെ, ഭൗതിക ശരീരത്തെ സ്വീകരിക്കുന്നതും പിന്നെ മരണം എന്നതിനെ ഉപേക്ഷിക്കുന്നതും പിന്നെ ആ ശരീരത്തിൽ ഇരുന്ന് ജീവിക്കുന്ന കാലം സുഖം, ദുഃഖം, സന്തോഷം, ആഹ്ലാദം, ഭയം എന്നിങ്ങനെയുള്ള വിവിധ വികാരങ്ങളെ അനുഭവിക്കുന്നതും ഒക്കെ ഈ ജീവൻ അനുഭവിക്കുന്നത് ഈ സൂക്ഷ്മ ശരീരത്തിലെ മനസ്സുകൊണ്ട് ആണ് അനുഭവിക്കുന്നത്. ഈ ജീവൻ എന്ന് പറയുന്നത് ഈ സൂക്ഷ്മ ശരീരത്തിലെ ഈ ഘടകങ്ങളും ആ കാരണ ശരീരത്തിലിരിക്കുന്ന ആത്മാവും ചേർന്നിരിക്കുന്നതിനെയാണ് ജീവൻ എന്ന് വിളിക്കുന്നത്. ആ ജീവൻ ആ മനസ്സുകൊണ്ടാണ് ഇതിനെയൊക്കെ ഒരു ശരീരം എടുക്കുന്നതും മരിക്കുന്നതും ജീവിക്കുന്ന കാലത്തെ എല്ലാ സുഖദുഃഖങ്ങളെയും അനുഭവിക്കുന്നതും ആ മനസ്സുകൊണ്ടാണ്. ശ്ലോകം 76-77. യഥാ തൃണു ജലൂക ഇയം ന ആഭയാദി അഭയാദി ച ന ത്യജേത് മ്രയമാണഃ അഭി പ്രാഗ് ദേഹ അഭിമതം ജനഃ യാവദന്യം ന വിന്ദേത വ്യവധാനേന കർമ്മണാം മനയേവ മനുഷ്യേന്ദ്ര ഭൂതാനാം ഭാവനാം. മനുഷ്യേന്ദ്ര, ഇവിടെ പ്രാചീന ബർഹിസ് രാജാവേ, അല്ലയോ രാജാവേ എന്നിട്ടൊരു ഉദാഹരണം പറയാം. അപ്പം നമ്മുടെ ഉള്ളിൽ ഒരു സംശയം തോന്നും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമ്മൾ നടന്നു പോകുന്ന രൂപം നമ്മുടെ ഈ രൂപം തന്നെയാണ്. ഇവിടെ പറഞ്ഞു സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരത്തിൻ്റെ അതേ രൂപം തന്നെയാണെന്ന്. അപ്പോൾ ഈ സൂക്ഷ്മ ശരീരം ഒരുപാട് സ്ഥൂല ശരീരങ്ങളെ എടുക്കണില്ലേ? അതിപ്പോൾ എങ്ങനെയാണ് മാറുന്നത്? അതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു പൂമ്പാറ്റയാവുന്നതിന് മുൻപുള്ള ഒരു പുഴു അതൊരു ഇലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അടുത്ത ഇല കണ്ടെത്തിയിട്ട് അടുത്ത ഇല കണ്ട് അതിലേക്ക് എനിക്ക് പോയി ഇരിക്കാൻ, ചാടിയിരിക്കാൻ പറ്റും എന്ന് ഉറപ്പായതിന് ശേഷമാണ് ആ പുഴു ഈ ഇപ്പം ഇരിക്കുന്ന ഇലയെ ഉപേക്ഷിക്കുള്ളൂ എന്ന്. ഒരു ചിത്രശലഭത്തിൻ്റെ പുഴു, ചിത്രശലഭമാകുന്ന ചെറിയ പുഴു ഒരു ഇലയിലിരുന്ന് ഇനി ആ ഇലയിൽ നിന്ന് അടുത്ത ഇലയിലേക്ക് മാറുക എപ്പോഴാണെന്നറിയോ? അടുത്ത ഇല കണ്ടെത്തുമ്പോൾ. അല്ലാണ്ട് കണ്ടെത്തുന്നവരെ അതിന് പറന്ന് നടക്കാൻ പറ്റില്ല. അടുത്ത ഇല കണ്ടെത്തി ഇനി എനിക്ക് അതിലേക്ക് മാറാം എന്ന് മനസ്സിലാവുമ്പോൾ മാത്രമേ ഇപ്പോൾ ഇരിക്കുന്ന ഇലയെ അത് ഉപേക്ഷിക്കുകയുള്ളൂ എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് സൂക്ഷ്മ ശരീരം നമ്മുടെ ഈ ഒരു ശരീരത്തിൽ നിന്നും വേർപെട്ടു പോകുന്ന സൂക്ഷ്മ ശരീരത്തിന് ഈ ശരീരത്തിൻ്റെ രൂപം തന്നെയായിരിക്കും, ഇതേ രൂപം തന്നെയായിരിക്കും ആ സൂക്ഷ്മ ശരീരത്തിന്. കാരണം മനസ്സുകൊണ്ട് ഇതേ രൂപം തന്നെയല്ലേ കാണുന്നത്. ഇനി ഈ സൂക്ഷ്മ ശരീരം അങ്ങനെ പോയി ഇതിൻ്റെ പ്രാരാബ്ദങ്ങളൊക്കെ തീർന്നു. ഇനി അടുത്ത ജന്മം സ്ഥൂല ശരീരം എടുക്കാൻ, ഭൗതിക ശരീരം എടുത്ത് ഭൂമിയിൽ വരുമല്ലോ, അതെടുക്കാൻ ഈശ്വരേച്ഛ അനുസരിച്ച് അടുത്ത ശരീരം ഇന്നതാണ് എന്ന് നിശ്ചയിക്കപ്പെട്ട് അത് എടുക്കേണ്ട സമയമാവുമ്പോഴാണ് ആ സൂക്ഷ്മ ശരീരം അതുവരെ കൊണ്ട് നടന്നിരുന്ന ആ രൂപത്തെ വിടുള്ളൂ എന്ന്. പിന്നെ പുതിയ ശരീരത്തിലേക്ക് വന്നു. ഇനി ഈ ശരീരത്തിൽ ജീവിച്ചു, ഈ ശരീരം ഉപേക്ഷിച്ച് മരിച്ചു പോകുമ്പോൾ സൂക്ഷ്മ ശരീരം പോകുന്നത് ഈ ഒരു രൂപത്തിലായിരിക്കും. എന്നിട്ട് അതിൻ്റെ പുണ്യലോകത്തും അതോ ലോകങ്ങളിലൊക്കെ വസിച്ച് അത് വീണ്ടും അടുത്ത ശരീരം എടുക്കാം എന്ന് ഈശ്വരൻ നിശ്ചയം അനുസരിച്ച് ഇന്ന സ്ഥലത്ത് ഇന്ന ആളുടെ മകനായിട്ട് ഇന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഇന്ന മൃഗമായിട്ടൊക്കെ ജനിക്കണം എന്ന് ഈശ്വരേച്ഛ അനുസരിച്ച് അത് തീരുമാനമായി. അത് എടുക്കേണ്ട സമയമാവുമ്പോൾ ആ കഴിഞ്ഞ ജന്മത്തിലെ ശരീര രൂപമാണ് അതുവരെ പേറിയിരുന്നത്, അത് ഉപേക്ഷിച്ചിട്ട് പുതിയ ശരീരത്തിലേക്ക് കടക്കും. മനസ്സിലായോ? അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് എന്ന്. യഥാ എന്ന് വെച്ചാൽ അതുപോലെ, തൃണജലൂക എന്ന് വെച്ചാൽ ഒരു ചിത്രശലഭ പുഴു, ഇയം അതായത് തൃണജലൂക എന്ന് വെച്ചാൽ ഒരു ചിത്രശലഭത്തിൻ്റെ ചെറുപ്രായത്തിലുള്ള ഒരു പുഴു, ഇയം എന്ന് വെച്ചാൽ ഇത്, ന ആഭയാദി അതായത് അത് ഇരിക്കുന്ന ഒരു ഇലയെ പഴയ ഇലയെ വിട്ടുപോകില്ല എന്ന്. അഭയാദി പുതിയ ഇല കണ്ടെത്തുന്നത് വരെ അത് പഴയ ഇലയെ വിട്ടുപോകില്ല, അതിൽ തന്നെ ഇരിക്കും. പുതിയ ഇല കണ്ടെത്തി എനിക്ക് അതിലേക്ക് മാറാം എന്ന് ഉറപ്പായാൽ മാത്രമേ ഇത് വിട്ടത് അതിലേക്ക് മാറുകയുള്ളൂ. ഒരു ചിത്രശലഭ പുഴു യഥാ ഇതുപോലെയാണെന്ന്. ന ത്യജേത് എന്ന് വെച്ചാൽ കൈവിടില്ല എന്ന്. മ്രയമാണഃ അഭി മരണം സംഭവിച്ചാൽ പോലും, ഭൗതിക ശരീരത്തിൽ നിന്നും വേർപെട്ടാൽ പോലും ആ സൂക്ഷ്മ ശരീരം പ്രാഗ് ദേഹ അഭിമതം, പഴയ ശരീരം ഇതാണ് എൻ്റെ ശരീരം എന്ന ആ ചിന്തയെ ആ ജീവൻ ന ത്യജേത് കൈവിടില്ല എന്ന്. മനസ്സിലായോ? മരണം സംഭവിച്ചാൽ പോലും
ആ ഭൗതിക ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്ന ആ സൂക്ഷ്മ ശരീരം, ആ ജീവൻ തൻ്റെ പഴയ ശരീരമാണ് ഞാൻ എന്ന ആ ബോധത്തെ കൈവെടിയുന്നില്ല. അതുകൊണ്ടാണ് ആ സൂക്ഷ്മ ശരീരത്തിന് ആ രൂപം വരുന്നത്. പുതിയ ശരീരം കിട്ടുമ്പോൾ ഈശ്വരേച്ഛ അനുസരിച്ച് അതിന് തയ്യാറായി അടുത്ത ഒരു അമ്മയുടെ ഗർഭത്തിലേക്ക് പ്രവേശിക്കാറാവുമ്പോൾ മാത്രമേ ഈ ഒരു ശരീരബോധത്തെ അത് വിടൂ. എന്നിട്ട് പുതിയ ശരീരം കിട്ടി, ഇനിയിപ്പോൾ അപ്പോൾ അതിലേക്ക് ആവുന്നതോടെ ആ ശരീരം ഡെവലപ്പായി വളർന്നു വരുന്നതോടുകൂടി ആ സൂക്ഷ്മ ശരീരത്തിലെ മനസ്സിനെ ഞാൻ ഇതാണ് എന്നുള്ള തോന്നലാണ്. അപ്പോൾ ഈ ശരീരരൂപത്തെ കാണും. അതുവരെ പഴയ ശരീരരൂപത്തെ വിടില്ല. മനസ്സിലായോ? അപ്പോൾ ആ മനസ്സാണ് ഇതാണ് ഞാൻ എന്ന് സങ്കല്പിക്കുന്നത്. എൻ്റെ ആഴത്തിൽ ചിന്തിക്കണം കേട്ടോ. ആ മനസ്സാണ് ഞാൻ ഇതാണ് എന്ന സങ്കല്പത്തിലിരിക്കുന്നത്. അപ്പോൾ ശരീരം വേർപെട്ടു പോയാലും സൂക്ഷ്മ ശരീരത്തിലിരിക്കുന്ന മനസ്സിന് ഞാൻ ഇതാണ് എന്നുള്ള ആ തോന്നൽ പോകുന്നില്ല എന്ന്. അടുത്ത ശരീരത്തിലേക്ക് കടക്കുമ്പോഴാണ്, അടുത്ത ശരീരത്തിലേക്ക് കടന്ന് ആ ശരീരം അമ്മയുടെ ഗർഭത്തിൽ ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴാണ് ഈ ശരീരബോധം അതിന് പോണത്. പിന്നെ അതോടുകൂടി ഇതാണ് ഞാൻ, ഈ ശരീരമാണ് ഞാൻ എന്നുള്ള തോന്നലിലേക്ക് വന്നു. മനസ്സിലായോ? അപ്പോൾ ആ സൂക്ഷ്മ ശരീരത്തിന് ആ രൂപമാണ് പിന്നെ വഹിച്ചുകൊണ്ട് പോവുക. അപ്പോൾ ഒരു ശരീരത്തിൽ നിന്ന് വേർപെട്ട് മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്നത് വരെ സൂക്ഷ്മ ശരീരം ആ ശരീരത്തിൻ്റെ രൂപത്തിലായിരിക്കും. കാരണം ആ മനസ്സ് ഇതാണ് ഞാൻ എന്ന ബോധത്തിലാണ് ഇരിക്കുന്നത് എന്ന്. അതാണ് അവിടെ പറയുന്നത്. അങ്ങനെ യാവത് അന്യം, യാവത് മറ്റേതെങ്കിലും ഒന്നിനെ ന വിന്ദതേ, അതായത് ആ ഒരു സ്വീകരിക്കുന്നില്ല എന്ന്, വ്യവധാനേന കർമ്മേണ, പൂർവജന്മത്തിലെ കർമ്മം അവസാനിക്കുന്നത് വരെ അത് പുതിയ വേറൊരു ശരീരത്തെ, മറ്റൊരു ശരീരത്തെ അത് സ്വീകരിക്കുന്നില്ല. അത് അവസാനിച്ച് മറ്റൊരു ശരീരത്തിലേക്ക് കടക്കുന്നതോടുകൂടി പൂർവജന്മത്തിലെ ശരീരബോധവും പോയി. ആ ശരീരബോധം പോയപ്പോൾ ആ സൂക്ഷ്മ ശരീരത്തിന് ആ രൂപവും പോയി. പിന്നെ പുതിയ ശരീരത്തിലേക്ക് കടന്നു. അപ്പോൾ ആ മനസ്സ് ഇതാണ് ഞാനെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ രൂപത്തിലാണ് ആ സൂക്ഷ്മ ശരീരം ഉണ്ടാവുക. പൂർവജന്മ കർമ്മം തീരുന്നത് വരെ പുതിയ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇങ്ങനെ മനുഷ്യേന്ദ്ര, അല്ലയോ പ്രാചീന ബർഹിസ് രാജാവേ, ഭൂതാനാം എല്ലാ ജീവജാലങ്ങളുടെയും ഭവഭാവനം, ഈ ഭൗതിക ലോകത്തെ എല്ലാ ജീവജാലങ്ങളും ജനിച്ചു വരുന്നതിൻ്റെ ഉൽപ്പത്തിയുടെ യഥാർത്ഥ കാരണം മനഃ ഏവ, മനസ്സാണ്. ഈ ഭൗതിക ലോകത്ത് ഓരോരുത്തരും ശരീരമെടുത്ത് പല പല രൂപത്തിൽ ഇങ്ങനെ വരുന്നതിൻ്റെ കാരണം അതുകൊണ്ട് രാജാവേ മനസ്സാണ്. ആ മനസ്സിനെ നിശ്ചലമാക്കാതെ അങ്ങ് ഈ കർമ്മങ്ങളെ, ബാഹ്യകർമ്മങ്ങൾ എന്ത് ചെയ്താലും അങ്ങ് ആഗ്രഹിക്കുന്ന ആ സ്വസ്തി, ആ പുണ്യം, ആ യഥാർത്ഥ സുഖം, പരമാനന്ദം അങ്ങേക്ക് ലഭിക്കില്ല. എന്തൊരു വലിയ വാസ്തവമാണ് ആ പറഞ്ഞു കൊടുത്തത് നോക്കും. ശ്ലോകം 78. യഥാ അക്ഷയ് ചരിതാൻ ധ്യായൻ കർമ്മണി അജിനുതേ അസകൃത് സതി കർമ്മണി അവിദ്യായാം ബന്ധകർമ്മണി ആത്മന. യഥാ എപ്പോഴാണോ അക്ഷയ് ചരിതാൻ, അക്ഷയ് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ, ചരിതാൻ എന്ന് വെച്ചാൽ ആസ്വദിക്കുന്ന എല്ലാതിനെയും സുഖദുഃഖങ്ങളെയൊക്കെ കുറിച്ച് ധ്യായൻ ചിന്തിച്ചുകൊണ്ട്, കർമ്മണി അജിനുതേ അസകൃത്, എപ്പോഴും അസകൃത് എന്ന് വെച്ചാൽ എപ്പോഴും, അജിനുതേ അതിനനുസരിച്ച് കർമ്മണി കർമ്മം ചെയ്ത് ജീവിക്കുമ്പോൾ, സതി കർമ്മണി ഈ കർമ്മങ്ങൾ അവിദ്യായാം, അവിദ്യ മായയിൽ നിന്നുണ്ടായതാണ് ആയതുകൊണ്ട്, ആത്മനഃ ആ ഭൗതിക ശരീരത്തിൻ്റെ കർമ്മണി ഈ കർമ്മത്താൽ ബന്ധഃ ബന്ധിതനാകുന്നു. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കൊണ്ടുവരുന്ന വിഷയങ്ങളെ ഈ മനസ്സ് എപ്പോഴൊക്കെയാണോ ആസ്വദിച്ച് അതിനനുസരിച്ച് എപ്പോഴും കർമ്മം ചെയ്ത് ജീവിക്കുമ്പോൾ, ഈ കർമ്മങ്ങൾ അവിദ്യയിൽ നിന്നുണ്ടാകുന്ന, അജ്ഞാനത്തിൽ മായയിൽ നിന്നുണ്ടാകുന്ന കർമ്മങ്ങളായതുകൊണ്ട് തന്നെ അത് ആ ആത്മാവിൻ്റെ ബന്ധനത്തിന് കാരണമാകുന്നു. മനസ്സിലായെന്താ? മനസ്സാണ് ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്നതിനെ ഞാൻ ആസ്വദിക്കുന്നു, ഞാൻ കണ്ടു, ഞാൻ കേട്ടു എന്ന് അനുഭവിച്ച് അത് നിർദ്ദേശം കൊടുക്കുന്നതിനനുസരിച്ച് കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് കർമ്മം ചെയ്ത് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അതാണ് ആ ആത്മാവിൻ്റെ ബന്ധനത്തിന് കാരണമാകുന്നത്. അധഃ തത് അപവാദാർത്ഥം, അധഃ തത് അപവാദാർത്ഥം ഭജ സർവാത്മനഃ ഹരിം പശ്യം തദാത്മകം വിശ്വം സ്ഥിതി ഉത്പത്തി അപ്യയായതാ. ആയതുകൊണ്ട് രാജാവേ, അധഃ ആയതിനാൽ, തത് അപവാദാർത്ഥം ഈ കർമ്മബന്ധത്തിൽ നിന്നും, അപവാദാർത്ഥം എന്നാൽ ഈ കർമ്മബന്ധങ്ങളിൽ നിന്നൊക്കെ മുക്തനാവണമെങ്കിൽ, ഹരി
ഭഗവാൻ ശ്രീഹരിയെ, അതും ആരാണ് അദ്ദേഹം? യതഃ, ആരിലാണോ സ്ഥിതി ഉത്പത്തി അപ്യയ, സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങൾ, വിശ്വം ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങൾ ആരിൽ നിന്നാണോ വരുന്നത് ആ ഭഗവാൻ, തദാത്മകം ആ ഭഗവാനിൽ ഭജ സർവാത്മന, ആ ഭഗവാനിൽ